ഹായ് ആൻഡ് വെൽക്കം ടു നഴ്സിംഗ് ലൈഫ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രത്യേകത അറിയാമല്ലോ, നമ്മുടെ കേരള പിറവി ദിവസം തന്നെ നമ്മൾ നഴ്സിംഗ് ലൈവുമായിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ ബിഫോർ വി സ്റ്റാർട്ട്, ലെറ്റ്സ് നോ ബിഫോർ വി സ്റ്റാർട്ട്. ഓക്കെ, സോ എൻ്റെ പേര് ബിൻസു എ മാത്യു. ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു ഗവൺമെൻറ് ജോബിൻ്റെ നിങ്ങളുടെ സ്വപ്നത്തിനെ അതിൻ്റെ ഏറ്റവും വലിയ സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നഴ്സിംഗ് ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈവ് സെഷൻസ് ആയിരിക്കും തരുന്നത്. ലൈവ് സെഷൻസ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇത്രയും നാൾ നമ്മളോട് ചോദിച്ച PSC ക്വസ്റ്റ്യൻസ്, എയിംസ്, ജിപ്മർ പോലത്തെ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെയും ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കുറച്ച് ക്ലാസ്സസ് ആദ്യം ഫ്രീ ആയിരിക്കും, ഫ്രീ സെഷൻസ് ആയിട്ടായിരിക്കും തരുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സസിൻ്റെ ലിങ്ക് അന്നേരം തന്നെ കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമേ നമ്മുടെ ലിങ്ക് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഇതൊരു 90 days മിഷനാണ്. അപ്പം ഈ 90 days ഞങ്ങൾ കാണും നിങ്ങളോട് കൂടെ. നിങ്ങൾ ഒരുപാട് പേര് ചിലപ്പോൾ ഇപ്പം ഒത്തിരി നാളുകളായിട്ട് ഇതുമായിട്ട് ടച്ച് വിട്ട് നിൽക്കുന്നവരായിരിക്കാം. അപ്പം നിങ്ങൾക്ക് ഒന്നും കൊണ്ടും നിങ്ങൾ ടെൻഷൻ ആവേണ്ട, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. 90 days ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലെറ്റ് സ്റ്റാർട്ട് എ ജേർണി ടുഗെദർ. സോ നമുക്കറിയാം PSC എക്സാമിലാണ് നമ്മൾ എല്ലാവരും ഇപ്പം ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സോ ബിഫോർ ഗോയിങ് ഇൻ ടു ഡീറ്റെയിൽ ഫോർ നമ്മുടെ ഏത് ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപും വിൽ സി ജസ്റ്റ് അബൌട്ട് PSC എക്സാമിനേഷൻ കേട്ടോ. അപ്പോൾ നമ്മുടെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് January 30 ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് 90 days മിഷൻ ആണുള്ളത്. ഇതിന് കറക്റ്റ് ദിവസമാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. സോ ഇറ്റ് ഈസ് 31/2021 നമ്മുടെ എക്സാം ഡേറ്റ് വരുന്നത്. ആൻഡ് ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് കൺഫർമേഷൻ എന്ന് പറയുന്നത് November 23 ആണ്. അപ്പം ഇനിയും കൺഫേം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൺഫേം ചെയ്യുക. കാരണം കൺഫർമേഷൻ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് കിട്ടത്തുള്ളൂ. ആൻഡ് ഹോൾ ടിക്കറ്റ് കിട്ടുന്ന ദിവസം 15/1/2021 ആണ്. ആ സമയത്ത് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ കൺഫർമേഷൻ ചെയ്യുക. അപ്പം കുറച്ച് ആൾക്കാർക്ക് കൺഫർമേഷൻ ചെയ്യുന്നതിൽ എന്തൊക്കെയോ ഡൗട്ട്സ് ഉണ്ടെന്നൊക്കെ നമ്മുടെ അടുത്ത് ഇന്നലെ പറഞ്ഞായിരുന്നു. സോ അങ്ങനെയുള്ളവർ നമുക്ക് ഡയറക്റ്റ് തന്നിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ സിലബസ്. നേരത്തെ എക്സാംസിന് അപ്പിയർ ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാമല്ലേ, നമ്മുടെ ലാസ്റ്റ് DHS എക്സാം നടന്നിരുന്നത് 2017 ഏപ്രിലാണ്. അപ്പം ഏതൊരു PSC എക്സാമിനും ഉള്ളതുപോലെ തന്നെ GK ഉണ്ടായിരുന്നു, റിനൈസൻസ് ഉണ്ടായിരുന്നു, ബാക്കി നഴ്സിംഗ് സബ്ജക്ട്സ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട്. GK നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക്, റിനൈസൻസ് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് നഴ്സിംഗ് സബ്ജക്ട്സിൽ അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടായിരുന്നു. എന്നാൽ നേരെ മറിച്ച് നഴ്സിംഗ് സബ്ജക്ട്സ് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് ഈ ഭാഗങ്ങളിലൊക്കെ വീക്ക് ആയത് കാരണം അവർക്ക് എൻട്രി ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പം ആ സംശയങ്ങളും ആ സങ്കടങ്ങളും ഒക്കെ മാറി ഇപ്പം നമുക്ക് നഴ്സിംഗ് സബ്ജക്ട്സ് മാത്രമാണ്. ഇപ്പം നമ്മൾ വിചാരിക്കുക എളുപ്പമാണെന്ന്, പക്ഷെ ഇതിനകത്ത് ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കട്ട് ഓഫ് വളരെ കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ നഴ്സിംഗ് സബ്ജക്ട്സും നമ്മൾ തറോവായിട്ട് പഠിക്കണം. തറോവായിട്ട് പഠിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഓർമ്മ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി നമ്പർ ഓഫ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് 100 ക്വസ്റ്റ്യൻസ് ആണ്. 90 minutes ആയിരിക്കും നിങ്ങളുടെ ടോട്ടൽ ടൈം. നിങ്ങൾക്കറിയാം, നമുക്കൊരു OMR ഷീറ്റിനകത്തായിരിക്കും എൻട്രി ചെയ്യേണ്ടത്. അപ്പം ഒരുപാട് നമ്മൾ എല്ലാ ഈ 100 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് നെഗറ്റീവ് മാർക്സ് ഉണ്ടാവും. നിങ്ങൾക്കറിയാലോ, അതായത് 3 നെഗറ്റീവ് മാർക്കിന് നമുക്ക് 1 മാർക്കായിരിക്കും നഷ്ടപ്പെടുക. അപ്പോൾ ഒരെണ്ണത്തിന് ഏകദേശം 0.33 മാർക്കോളം നഷ്ടപ്പെടും. അപ്പം എങ്ങനെ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ലാതെ എക്സാം കറക്റ്റായിട്ട് എഴുതാൻ പറ്റുമെന്നുള്ളത് നമ്മൾ എക്സാം അടുക്കുന്ന സമയത്തേക്കിന് അതിനുവേണ്ടി തന്നെ നമ്മൾ സ്പെഷ്യൽ ഒരു ക്ലാസ് തരുന്നതായിരിക്കും. അപ്പം ഞങ്ങൾ ഉണ്ടാവും നിങ്ങളോട് കൂടെ. ഒന്നും കൊണ്ടും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് എക്സാം നമ്മൾ പറഞ്ഞു നടന്നിരുന്നത് 2017 അപ്പം ആ സമയത്ത് ഒരു സബ്ജക്റ്റ് വൈസ് അലോട്ട്മെന്റ് ആണ് ഇനിയും കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഏത് സബ്ജക്റ്റിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലാവും. പക്ഷെ ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. കാരണം നമുക്കിപ്പോൾ നഴ്സിംഗ് സബ്ജക്ട്സ് എല്ലാം ഉള്ളതുകൊണ്ട് എല്ലാ നഴ്സിംഗ് സബ്ജക്ട്സും നിങ്ങൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പിന്നെ മെഡ്സർജും ഫൗണ്ടേഷൻസും ആയിരിക്കും കൂടുതലും ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം നമ്മുടെ സബ്ജക്ട് വൈസ് വെയിറ്റേജ് ആയി കാണിച്ചിരിക്കുന്നത് ലാസ്റ്റ് ഇയറിലെ DHS എക്സാമിന് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൽ നിന്ന് മാത്രം നമുക്ക് ഔട്ട് ഓഫ് 64 ഞാൻ പറഞ്ഞു നമുക്ക് 36 ക്വസ്റ്റ്യൻസ് GKയും റിനൈസൻസിൽ നിന്നായിരുന്നു. ബാക്കി 64ൽ മെഡ് സർജനിൽ നിന്നും 22 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, മെന്റൽ ഹെൽത്തിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ആൻഡ് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗിൽ നിന്ന് 6, കമ്മ്യൂണിറ്റിയിൽ നിന്നും 6 ഉണ്ടായിരുന്നു. മൈക്രോബയോളജി, ന്യൂട്രീഷൻ, നമ്മൾ പെട്ടെന്ന് നഴ്സിംഗ് സബ്ജക്ട്സ് എന്ന് പറയുമ്പം മൈക്രോബയോളജി, ന്യൂട്രീഷൻ, റിസർച്ച്, എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ ഇതൊക്കെ ഒരു ഭാഗത്ത് മാറ്റി വെക്കും. പക്ഷെ ഇതെല്ലാം ഇപ്പോൾ ഇൻക്ലൂഡഡ് ആണ് ഇതിനകത്ത് കേട്ടോ.
അപ്പോൾ മൈക്രോബയോളജി, ന്യൂട്രീഷൻ ആൻഡ് മെറ്റേണൽ നഴ്സിംഗ് OPGക്കകത്ത് നിന്നും 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത്. ആൻഡ് ഫൗണ്ടേഷൻസിനകത്ത് നിന്ന് 4 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത്. അപ്പം ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, കാരണം നമ്മൾ എല്ലാ നഴ്സിംഗ് സബ്ജക്ട്സും കവർ ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ എപ്പോഴും അഷ്വർ ചെയ്യുന്നത് പോലെ തന്നെ നമ്മളുണ്ട് കൂടെ. സോ ഈ 90 ഡേയ്സും കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ മിഷൻ പൂർത്തീകരിക്കാം. ആൻഡ് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ആൻഡ് വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ഇനി ഈ നമ്മുടെ നഴ്സിംഗ് ലൈവിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ, നിങ്ങളുടെ ഫ്രീ ക്ലാസ്സസ് കഴിഞ്ഞിട്ടുള്ള ഫീസിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മൾക്കൊരു നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിനകത്തേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഡീൽ ചെയ്യാൻ പോകുന്നത് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് ആയിരിക്കും. ഓക്കെ, സോ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു സിസ്റ്റമാണ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം, അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ നമ്മുടെ കോൺഷ്യസ് ആക്ടിവിറ്റീസ്, നമ്മുടെ വോളണ്ടറി ആക്ടിവിറ്റീസ്, നമ്മുടെ ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ്, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷനാണ് നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ തരാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് തിയറിറ്റിക്കൽ പോർഷൻ തരും. ആ തിയറി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് തരും. ആൻഡ് ഡീറ്റെയിൽ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻസ് നമുക്ക് നമ്മുടെ പോർഷൻസ് ഒക്കെ തീർന്നിട്ട് ടുവേർഡ്സ് ദി എക്സാം ആകുമ്പോഴായിരിക്കും തരുന്നത്. കാരണം നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. തിയറി നമ്മൾ കുറച്ച് ടച്ച് ചെയ്ത് പോകുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തിയറി പാട്ടുമായിട്ട് കുറച്ച് ഒരുപാട് കാലമായിട്ട് കോൺടാക്റ്റിൽ ഇല്ലാതിരുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ ഒരു ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആദ്യം കുറച്ച് തിയറിയും പിന്നെ ആ തിയറി അസോസിയേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെൻട്രൽ നെർവസ് സിസ്റ്റം. അപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നിങ്ങൾക്ക് ഒരുപാട് ആരോസ് കാണാൻ പറ്റും, അല്ലേ? അപ്പം നെർവസ് സിസ്റ്റം ആസ് സച്ച് നമ്മൾ എടുക്കുവാണെങ്കിൽ നെർവസ് സിസ്റ്റത്തിന് ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പം ഈ ക്ലാസിഫിക്കേഷൻസ് ആണ് ഞാൻ ഈ ആരോസ് വഴിയായിട്ട് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നെർവസ് സിസ്റ്റത്തിനെ മെയിനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് രണ്ടായിട്ടാണ്. ദാറ്റ് ഇസ് സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ബ്രെയിനും സ്പൈനൽ കോഡും ഉണ്ടാകും. ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെരിഫറീസിൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള നെർവ്സ്, ഇതിനെയാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നതാണ് നമ്മൾ കമ്പൈൻ ചെയ്ത് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, the peripheral nervous system is again divided into two, that is somatic nervous system, which is also known as voluntary nervous system, and autonomic nervous system, which is also known as involuntary nervous system. അപ്പോൾ ഞാനിത് തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഒരു കൊച്ചു ബുക്കും ഒരു പെന്നും ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന നോട്ട്സ് നിങ്ങൾക്ക് എഴുതി പോവാം കേട്ടോ. അപ്പം ഈ ഒരൊറ്റ PPTക്കകത്ത് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു കൊച്ചു പേനയും ഒരു കൊച്ചു ബുക്കും എടുത്തിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ പെരിഫറൽ നെർവസ് സിസ്റ്റം, സൊമാറ്റിക് നെർവസ് സിസ്റ്റം, അതിനെ പറയുന്ന വേറൊരു പേരാണ് വോളണ്ടറി നെർവസ് സിസ്റ്റം. എന്തുകൊണ്ടാണ് ഇതിനെ വോളണ്ടറി നെർവസ് സിസ്റ്റം എന്ന് പറയുന്നതെന്നൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് വൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോണമിക് നെർവസ് സിസ്റ്റം ആണ്. ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻവോളണ്ടറി നെർവസ് സിസ്റ്റം. ഓക്കെ, സോ ഈ ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അപ്പം ഇൻ ജനറൽ ഇത്രയുമാണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻസ്. ഓക്കെ, സോ നെർവസ് സിസ്റ്റം ബേസിക്കലി ഡിവൈഡഡ് ഇൻ ടു ടു, that is central nervous system and peripheral nervous system. And peripheral nervous system as such is again divided into two, that is somatic nervous system, which is also known as voluntary nervous system, and autonomic nervous system, which is also known as involuntary nervous system. And autonomic nervous system in the classification ആണ് നമ്മുടെ sympathetic and parasympathetic nervous system. Okay, ഇതിനകത്ത് നിന്ന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ വോളണ്ടറി നെർവസ് സിസ്റ്റം ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് എന്ന് ചോദിക്കാം. അപ്പോൾ നമുക്ക് ഓർക്കാം, വോളണ്ടറി നെർവസ് സിസ്റ്റം ഇസ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് ഇൻവോളണ്ടറി നെർവസ് സിസ്റ്റം ഇസ് ഓട്ടോണമിക് നെർവസ് സിസ്റ്റം. ഓക്കെ, അല്ലെങ്കിൽ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഇസ് എ ക്ലാസിഫിക്കേഷൻ ഓഫ് വിച്ച് നെർവസ് സിസ്റ്റം, ഓട്ടോണമിക് ആണോ സൊമാറ്റിക് ആണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് ഓർത്തിരിക്കണം, ദാറ്റ് ഇസ് ഓട്ടോണമിക് നെർവസ് സിസ്റ്റം. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്കിനി 1 by 1 ജസ്റ്റ് പെരിഫറി ടച്ച് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു ടോപ്പിക്കും അതിനകത്ത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്തേക്ക് കിടക്കാം. അപ്പോൾ പേര് പറയുന്നത് പോലെ തന്നെ ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് മെയിൻലി ഇൻക്ലൂഡ്സ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്.
ഓക്കെ, ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ലെയറാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മെനിഞ്ചൽ ലെയർ ഇസ് എ ലെയർ വിച്ച് സപ്പോർട്ട്സ് ദ ബ്രെയിൻ ആൻഡ് ദി സ്പൈനൽ കോഡ്. അപ്പോൾ ഇത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, മെനിഞ്ചൽ ലെയേഴ്സ്. അപ്പോൾ മെനിഞ്ചൽ ലെയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ, നിങ്ങൾക്കറിയാം ഡ്യൂറാ മാറ്റർ, അരക്കനോയിഡ് മാറ്റർ ആൻഡ് പയാ മാറ്റർ, അങ്ങനെയായിരിക്കും നമ്മൾ ഓർത്തിരിക്കുന്നത്. സോ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ പഠിക്കുക, ദാറ്റ് ഇസ് ഔട്ടർ ഡ്യൂറ ആൻഡ് എ മിഡിൽ അരക്കനോയിഡ് ആൻഡ് എൻ ഇന്നർ പയ, അങ്ങനെ അങ്ങ് പഠിക്കുക. ഔട്ടർ ഡ്യൂറ, മിഡിൽ അരക്കനോയിഡ് ആൻഡ് എൻ ഇന്നർ പയ. അപ്പം ഇന്നർ പയ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആക്ച്വൽ ബ്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ പുറമേ നിന്നുള്ള കംപ്ലീറ്റ് ഫോഴ്സിൽ നിന്നും ആൻഡ് ഓൾസോ സഡൻ റപ്ചേഴ്സിൽ നിന്നും നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് നമ്മുടെ മെനിഞ്ചസ്. ഓക്കെ, so you can see in the diagram like this is the skull and this is the dura mater. So dura mater കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ജസ്റ്റ് ഒരു ലൈൻ ആണ് ഇവിടെ ഉള്ളത്. പയ മാറ്ററും വരുമ്പോഴത്തേക്കിന് ജസ്റ്റ് ഒരു ക്യാവിറ്റി ആണ്. ഓക്കെ, ആൻഡ് ഇൻ ബിറ്റ്വീൻ യു ക്യാൻ സീ ദി അരക്കനോയിഡ് മാറ്റർ. സോ ദിസ് ഇസ് ദ ഡ്യൂറ മാറ്റർ, ദിസ് ഇസ് ദ പയ മാറ്റർ ആൻഡ് ദിസ് ഇസ് ദ അരക്കനോയിഡ് മാറ്റർ. അപ്പോൾ ഡ്യൂറ മാറ്ററിനും പയ മാറ്ററിനും നോക്കുമ്പോഴത്തേക്കിന് ദർ ഇസ് നോ സ്പെസിഫിക് വലിയ പ്രത്യേകിച്ചുള്ളൊരു കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു ക്യാവിറ്റി, ഒരു ലൈൻ ക്യാവിറ്റി മാത്രമേ ഉള്ളൂ. Whereas in the case of arachnoid matter നോക്കുമ്പോഴത്തേക്കിന് it has a spider web appearance. Okay, so you got the next question from this, അതായത് സ്പൈഡർ വെബ് അപ്പിയറൻസിലുള്ള മെനിഞ്ചൽ ലെയർ ഏതാണ്? സ്പൈഡർ വെബ് അപ്പിയറൻസിലുള്ള മെനിഞ്ചൽ ലെയർ is arachnoid matter. Okay, and when you are studying about this dura matter, arachnoid matter and the paya matter, വേറൊരു കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കണം. അതായത് ഡ്യൂറ മാറ്ററിനും അരക്കനോയിഡ് മാറ്ററിനും ഇടയ്ക്കുള്ള സ്പേസ് ഉണ്ട്. ഓക്കെ, ദ സ്പേസ് ബിറ്റ്വീൻ ദ ഡ്യൂറ ആൻഡ് ദ അരക്കനോയിഡ് മാറ്റർ, ദാറ്റ് സ്പേസ് ഇസ് നോൺ ആസ് സബ് ഡ്യൂറൽ സ്പേസ്. സോ സബ് എന്ന് എപ്പോഴും പറയുമ്പോൾ നമ്മൾ ഓർക്ക് താഴെ എന്നാണ് അർത്ഥം, അല്ലെ? നിങ്ങളുടെ സബ് ജൂനിയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ തൊട്ട് താഴെയുള്ളത്, അപ്പോൾ അതുകൊണ്ട് സബ് എന്ന് പറയുമ്പോൾ താഴെ. സോ ദ സ്പേസ് ബിറ്റ്വീൻ ദ ഡ്യൂറ മാറ്റർ ആൻഡ് ദ അരക്കനോയിഡ് മാറ്റർ ഇസ് നോൺ ആസ് ദി subdural space, and the space between the arachnoid matter and the paya matter is known as subarachnoid space. ഓക്കെ, അപ്പം ഈ സബ് അരക്കനോയിഡ് സ്പേസിനകത്ത് ഇവിടെ ഒരു ഇതുണ്ട്, മെയിൻ ഒരു കാര്യം ഓർത്തിരിക്കാനുണ്ട്. നമ്മുടെ CSFന്റെ അബ്സോർപ്ഷൻ നടക്കുന്നത് സബ് അരക്കനോയിഡ് സ്പേസിലാണ്. അപ്പോൾ ഈ മെനിഞ്ചസിന്റെ ഒരു ഡയഗ്രാം നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് കിട്ടണം മനസ്സിൽ. ഓക്കെ, ദാറ്റ് ഈസ് ദ ലെയേഴ്സ് ഓഫ് മെനിഞ്ചസ് കിട്ടണം, സ്പൈഡർ ഷേപ്പിലുള്ള മെനിഞ്ചൽ ലെയർ ഏതാന്ന് കിട്ടണം, ആൻഡ് ഓൾസോ ഇന്നർ മോസ്റ്റ് കവറിങ് ഏതാന്ന് കിട്ടണം, ദാറ്റ് ഈസ് പയ മാറ്റർ. And where is subdural space, where is subarachnoid space? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരൊറ്റ ഡയഗ്രത്തിനകത്ത് നിന്ന് കിട്ടാൻ പറ്റണം. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ ലെയേഴ്സ് ഓർത്തിരിക്കാനുള്ള ഒരു നിമോണിക് നമ്മൾ പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്നത് പാഡ് എന്ന് പറഞ്ഞ നിമോണിക്കാണ്, PAD, പാഡ്. ഓക്കെ, സോ പയ മാറ്റർ, അരക്കനോയിഡ് മാറ്റർ ആൻഡ് ദി ഡ്യൂറ മാറ്റർ. ഓക്കെ, ഈ 3 ലെയേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പൊ പഠിക്കുമ്പോൾ എങ്ങനെ ഓർക്കേണ്ടത്? ഔട്ടർ ഡ്യൂറ ആൻഡ് മിഡിൽ അരക്കനോയിഡ് ആൻഡ് ആൻ ഇന്നർ പയ. ഈ മെനിഞ്ചസിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. സ്പൈഡർ ഷേപ്പ് വെബിലുള്ള മെനിഞ്ചൽ ലെയർ ആണ് അരക്കനോയിഡ്. CSF ഫ്ലൂയിഡിന്റെ അബ്സോർപ്ഷൻ നടക്കുന്നതും സബ് സ്പേസിലാണ്. ഓക്കെ, ഫൈൻ. ഇത് നെക്സ്റ്റ് വൺ നമ്മൾ ഇനി ബ്രെയിനിലേക്ക് കടക്കും. അപ്പൊ ബ്രെയിൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഓടി വരേണ്ട പിക്ചേഴ്സ് ആണ്, അല്ലെ? നമ്മൾ ഈ കാണാതൊക്കെ പഠിക്കുന്ന പ്രായം കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇനി കുറച്ച് പിക്ചേഴ്സ്, റെപ്രസെന്റേഷൻസ് ഒക്കെ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമുക്ക് ഇച്ചിരിയും കൂടെ പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് നമ്മുടെ ബ്രെയിൻ. ഓക്കെ, ബ്രെയിനിന്റെ സ്ട്രക്ചേഴ്സും ഒക്കെ നിങ്ങൾക്കറിയാം, ഏതൊക്കെയാണ് ബ്രെയിനിന്റെ പാർട്സ് എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. ഇപ്പൊ ജസ്റ്റ് ഞാനൊന്ന് ബ്രഷ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. അപ്പൊ ഈ ബ്രെയിനിൽ നമുക്ക് നിങ്ങളുടെ ഡയഗ്രാം നോക്കുമ്പോൾ കുറെ ഫോൾഡിങ്സ് കാണാൻ പറ്റുന്നുണ്ട്, അല്ലേ? അപ്പൊ ഈ കാണുന്ന ഫോൾഡിങ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഗൈറ എന്ന്, GYRI. ദാറ്റ് ഈസ് ദ ഗൈറ. ദാറ്റ് ഈസ് ദ ഫോൾഡിങ്സ് വിച്ച് യു ക്യാൻ സീ ത്രൂ ഔട്ട് ദ സെറിബ്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഫോൾഡിങ്സിനെയാണ് നമ്മൾ ഗൈറ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഗൈറ ഇരിക്കുന്ന ക്യാവിറ്റിക്കാണ് നമ്മൾ സെൽക്കൈ ക്യാവിറ്റി എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഗൈറ ആൻഡ് ദാറ്റ് ഈസ് എ സെൽക്കൈ. അപ്പം ദി ലെയേഴ്സ് റിങ്കിൾഡ് അപ്പിയറൻസ് ഓഫ് ദി ലെയർ ഇൻ ദ സെറിബ്രം എന്ന് പറയുന്നതാണ് നമ്മുടെ ഗൈറ എന്ന് പറയുന്നത്. ഓക്കെ, The next we will see first about cerebrum. Okay, അപ്പോൾ cerebrum എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ കോൺഷ്യസ് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നതാണ് cerebrum. All our conscious activities like your thinking, നിങ്ങളുടെ ജഡ്ജ്മെന്റ്, നിങ്ങളുടെ മെമ്മറി എല്ലാത്തിനെയും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മുടെ cerebrum എന്ന് പറയുന്നത്. ഓക്കെ, ഈ cerebrത്തിനെ ഇതിന്റെ ആക്ടിവിറ്റീസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ cerebral cortex. അപ്പം cerebral cortex ആണ് cerebrത്തിനെ എല്ലാ കോൺഷ്യസ് ആക്ടിവിറ്റീസും ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സ് ആണ്.
ഓക്കെ, നിങ്ങൾക്കറിയാം സെറിബ്രത്തിലെ തന്നെ വി ഹാവ് ആക്ച്വലി ഇറ്റ്സ് ഡിവൈഡഡ് ഇൻടു ടു ഹെമിസ്ഫിയേഴ്സ് ആണ്, ലെഫ്റ്റ് ആൻഡ് ദി റൈറ്റ് ഹെമിസ്ഫിയേഴ്സ്. ഓക്കെ ഫൈൻ. അപ്പം സെറിബ്രം ആൻഡ് സെറിബ്രൽ കോർട്ടെക്സ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സെറിബ്രം ആൻഡ് ദ സെറിബ്രൽ കോർട്ടെക്സ്. ഇനി നമ്മൾ സെറിബ്രത്തിനെ കുറിച്ച് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യമാണ് ബേസൽ ഗാംഗ്ലിയ. ഓക്കെ, നമ്മുടെ സെറിബ്രൽ ഹെമിസ്ഫിയറിനകത്തുള്ളതാണ് നമ്മുടെ ബേസൽ ഗാംഗ്ലിയ. ഈ ബേസൽ ഗാംഗ്ലിയക്ക് ഒരു പ്രത്യേകതയുണ്ട്, അതായത് ഈ ബേസൽ ഗാംഗ്ലിയ ആണ് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്ററായ ഡോപ്പമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബേസൽ ഗാംഗ്ലിയ ആണ്. സോ ഇറ്റ് ഹാസ് എൻ എഫക്ട് ഇൻ ദ പാർക്കിൻസൺസ്. അപ്പം ബേസൽ ഗാംഗ്ലിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഏത്? ഡോപ്പമിൻ. ഓക്കെ, അപ്പോൾ സെറിബ്രം, സെറിബ്രൽ കോർട്ടെക്സ്, ബേസൽ ഗാംഗ്ലിയ, ഇത് 3 സ്ട്രക്ചേഴ്സും പ്ലസ് ഗൈറ ആൻഡ് സൽക്കൈ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഫൈൻ. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് സെറിബെല്ലം. നിങ്ങൾക്കറിയാം സെറിബെല്ലം നമ്മുടെ കംപ്ലീറ്റ് ഫൈൻ മോട്ടോർ മൂവ്മെന്റ്സ് ആൻഡ് ഓൾസോ യുവർ ബാലൻസ് മൂവ്മെന്റിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ സെറിബെല്ലം എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെറിബെല്ലവും സെറിബ്രവും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ് ടെൻറ്റോറിയം സെറിബെല്ലൈ. ദാറ്റ് ഇസ് അനദർ ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ഫ്രീക്വൻറ്റ്ലി ആസ്ക്ഡ്. The structure which separates the cerebellum and the cerebrum, that is tentorium cerebelli. Okay, clear ആയല്ലോ? Fine. Next one is your brainstem. Brainstemന് 3 parts ഉണ്ട്, that is midbrain, pons and the medulla. Okay, midbrain, pons and the medulla. So this is your midbrain and pons. This is your midbrain, pons and the medulla. ഓക്കെ, സോ മെഡുല കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ സ്പൈനൽ കോഡ് അങ്ങ് പോവുക. അപ്പോൾ നമ്മുടെ എല്ലാ വിസറൽ ആക്ടിവിറ്റീസ് ലൈക്ക് യുവർ കാർഡിയാക് റിതംസ്, യുവർ റെസ്പിറേറ്ററി റിതംസ്, ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ മെഡുലയാണ്, ബ്രെയിൻ സ്റ്റെമിൽ. പക്ഷെ നമ്മുടെ ബ്രീതിങ്ങിൻ്റെ റെസ്പിറേറ്ററി സെൻറ്റർ ഉള്ളത് നമ്മുടെ പോൺസിലാണ്, ബട്ട് റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ മെഡുലയാണ്. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് ഇതിനകത്ത് ഓർത്തിരിക്കാനുള്ളത്, സെറിബ്രം, സെറിബെല്ലം ആൻഡ് ദി ബ്രെയിൻ സ്റ്റെം. ഓക്കെ, സെറിബ്രം ഓർത്തിരിക്കുമ്പോൾ നിങ്ങൾ സെറിബ്രൽ കോർട്ടെക്സ് ഓർക്കുക, ഗൈറ ഓർക്കുക, സെൽക്കൈ ഓർക്കുക ആൻഡ് ഓൾസോ ബേസൽ ഗാംഗ്ലിയ ഓർക്കുക. ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ തൽക്കാലം ഓർക്കുക. ഇനി സെറിബെല്ലത്തിലേക്ക് നമ്മൾ കയറുമ്പോഴത്തേക്കിന് സെറിബെല്ലം ആണ് നമ്മുടെ മൂവ്മെൻറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, ബാലൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ സെറിബെല്ലമാണ്. ആൻഡ് സെറിബെല്ലവും സെറിബ്രത്തിനും തമ്മിലുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടെൻറ്റോറിയം സെറിബെല്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ബ്രെയിൻ സ്റ്റെം ഇസ് അഗെയിൻ ഡിവൈഡ് ഇൻ ടു മിഡ് ബ്രെയിൻ, ദെൻ യുവർ പോൺസ് ആൻഡ് ദെൻ ദി മെഡുല. Okay, fine. Okay, then the next one of the important another structure is diencephalon. Okay, so diencephalon നമുക്ക് diencephalon, mesencephalon എന്നൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ diencephalon ആണ്. ഈ diencephalonനകത്ത് 2 ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് thalamus ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് hypothalamus. ഓക്കെ, thalamus ആൻഡ് hypothalamus നമ്മുടെ ബോഡിയിലെ എല്ലാ റിലേ സ്റ്റേഷൻസ്, എല്ലാ സെൻസസിൻ്റെയും റിലേ സ്റ്റേഷൻസ് എന്ന് പറയുന്നത് തലാമസ് ആണ്. ഓക്കെ, ഡയൻസെഫലോണിന്റെ തലാമസ് ആണ് നമ്മുടെ ബോഡിയിലെ എല്ലാ സെൻസസിൻ്റെയും റിലേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഒരു സെൻസ് മാത്രമില്ല, അതേതാണെന്നറിയാമോ? സ്മെല്ല് മാത്രം നമ്മുടെ തലാമസിന് ബന്ധമില്ല, ബാക്കി എല്ലാ സെൻസസും നമ്മുടെ തലാമസിൽ ആണ് റിലേ ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് അനദർ ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ഫ്രീക്വൻറ്റ്ലി ആസ്ക്ഡ്. റിലേ സ്റ്റേഷൻ ഫോർ ഓൾ സെൻസസ് എക്സെപ്റ്റ് സ്മെൽ എന്ന് പറയുന്നത് നമ്മുടെ തലാമസ് ആണ്. പിന്നെ അടുത്ത ഹൈപ്പോതലാമസ് നമുക്കറിയാമല്ലോ, നമ്മുടെ എല്ലാ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും നമ്മുടെ പിറ്റ്യൂട്ടറിയിൽ നിന്നുള്ള ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷനെ വരെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഹൈപ്പോതലാമസ് ആണ്. യുവർ ടെമ്പറേച്ചർ സെൻറ്റർ ഇസ് ലൊക്കേറ്റഡ് ഇൻ ഹൈപ്പോതലാമസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഡയൻസെഫലോൺ. ഫൈൻ. നെക്സ്റ്റ് വന്ന് സെറിബ്രത്തിനകത്ത് നമ്മൾ പറഞ്ഞു സെറിബ്രൽ കോർട്ടെക്സ് ഉണ്ട്. ഇതിനകത്ത് ഇനി വേറെ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ലോബ്സിനെ കുറിച്ചിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മിക്ക നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പം ഈ ലോബിനെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ്. സോ ലോബിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദാറ്റ് ഈസ് ഫ്രോണ്ടൽ ലോബ്, ടെമ്പോറൽ, പെരൈറ്റൽ ആൻഡ് ദി ഓക്സിപിറ്റൽ ലോബ്. ഇത്രയും ലോബായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത് സെറിബ്രൽ കോർട്ടെക്സിനെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡയഗ്രാംസ് നോക്കുമ്പോൾ കാണാൻ പറ്റും. അതായത് ഏറ്റവും വലിയ ലോബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണെന്നറിയാമോ? ഏറ്റവും വലിയ ലോബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രോണ്ടൽ ലോബാണ് അല്ലേ? ഡയഗ്രാം നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ദാറ്റ് ഈസ് ദിസ് ഒരു ഗ്രീൻ വൺ, അതാണ് ഏറ്റവും വലുത്. അപ്പം ബിഗ്ഗസ്റ്റ് ലോബ് അല്ലെങ്കിൽ ലാർജസ്റ്റ് ലോബ് എന്ന് പറയുന്നത് ഫ്രോണ്ടൽ ലോബാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെറിബ്രത്തിലെ ഫ്രോണ്ടൽ ലോബും തമ്മിലുള്ള കണക്ഷനും കൊണ്ടാണ് നമ്മുടെ കാൽക്കുലേഷൻ, മെമ്മറി, ജഡ്ജ്മെന്റ്, നിങ്ങൾ ഇപ്പോൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നത് ഇസ് ബിക്കോസ് ഓഫ് യുവർ ഫ്രോണ്ടൽ ലോബ്. കേട്ടോ, അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ മറന്നു പോകുമ്പോൾ ജസ്റ്റ് ഓർക്കുക എൻ്റെ ഫ്രോണ്ടൽ ലോബ് വർക്കിംഗ് ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ കൂടെ നോക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾ കൂടെ മെമ്മറി, ജഡ്ജ്മെന്റ്, കാൽക്കുലേഷൻ ഇതൊക്കെ വരുന്നത് നമ്മുടെ ഫ്രോണ്ടൽ ലോബാണ്. ഓക്കെ,
Then the next one is your parietal lobe. So if you take the parietal lobe, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുവർ സെൻസസ്, ദി ഓറിയൻറ്റേഷൻ ഓഫ് യുവർ ബോഡി ഇൻ സ്പേസ്. നിങ്ങളിപ്പം എസ്പെഷ്യലി നിങ്ങളൊരു സ്റ്റെപ്പ് ഇറങ്ങുക, അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ നമ്മൾക്കറിയാം ഇത്ര കാല് ഞാൻ വെച്ചില്ലെങ്കിൽ ഞാൻ താഴെ വീഴും. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ സ്പേഷ്യൽ ഓറിയൻറ്റേഷൻസ് ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് parietal ലോബാണ്. Okay, fine. That is the importance of parietal lobe. ഇനി നമ്മുടെ occipital lobe. Occipital ലോബിലാണ് നമ്മുടെ എന്തിരിക്കുന്നതെന്ന് അറിയാമോ? വിഷ്വൽ ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയോ വിഷ്വൽ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് occipital ലോബാണ്. ആൻഡ് യുവർ ഓഡിറ്ററി സെൻറ്റർ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദി temporal ലോബാണ്. ഓക്കെ, സോ വിഷ്വൽ സെൻറ്റർ ഇസ് ഇൻ ദ occipital lobe and auditory center is in the temporal lobe. Okay, and then one more important thing to remember here is നിങ്ങളുടെ ലാംഗ്വേജിൻ്റെ പെർസെപ്ഷൻസ്. നിങ്ങളുടെ ലാംഗ്വേജ് അത് നിങ്ങൾക്കിപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഓക്കെ, ഏത് ഏരിയ ആയിരിക്കണം നിങ്ങളുടെ ആക്റ്റീവ് ആയിരിക്കണം എന്നറിയാമോ? യുവർ വെർണിക്സ് ഏരിയ ആയിരിക്കണം ആക്റ്റീവ് ആവുന്നത്. അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ യുവർ വെർണിക്സ് ഏരിയ വിൽ ബി ആക്റ്റീവ്. അപ്പോൾ ചിലർക്ക് ഞാൻ പറഞ്ഞൊന്നും മനസ്സിലാവുന്നില്ലായിരിക്കും. സോ ദാറ്റ് മീൻസ് യുവർ വെർണിക്സ് സെൻറ്റർ ഇസ് നോട്ട് വെർണിക്സ്, WERNICKES, വെർണിക്സ് കേട്ടോ. അപ്പോൾ ഈ വെർണിക്സ് ഏരിയ എവിടെ ഇരിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ ടെമ്പോറൽ ലോബിലാണ്. ഓക്കെ, ഇനി വെർണിക്സ് ഏരിയയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി, നിങ്ങൾക്ക് എന്നൊരു ഡൗട്ട് തിരിച്ചു ചോദിക്കണം. അപ്പം അങ്ങനെ നമ്മുടെ സ്പീച്ചിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഏരിയ ആണ് നമ്മുടെ ബ്രോക്കാസ് ഏരിയ, BROCAS, ബ്രോക്കാസ് ഏരിയ. ഈ ബ്രോക്കാസ് ഏരിയ ഇരിക്കുന്ന എവിടെയാണെന്നറിയാമോ? ഇറ്റ് ഇസ് ഇൻ ദ ഫ്രോണ്ടൽ ലോബ് കേട്ടോ. സോ ഫ്രോണ്ടൽ ലോബിൽ നമ്മുടെ ബ്രോക്കാസ് ഏരിയയും വെർണിക്സ് ഇരിക്കുന്നത് നമ്മുടെ ടെമ്പോറൽ ലോബിലുമാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഡയഗ്രത്തിനകത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങളും ഇത്രയും ക്വസ്റ്റ്യൻസും ചോദിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ സെറിബ്രം, സെറിബെല്ലം ആൻഡ് ദ ബ്രെയിൻ സ്റ്റം, ഗൈറൈ, സൾക്കൈ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓരോന്നും പറയുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിലേക്ക് വരുന്നുണ്ടോ, നിങ്ങളുടെ ഫ്രോണ്ടൽ ലോബ് ആക്റ്റീവ് ആണോ നോക്കിക്കോണം കേട്ടോ. സോ നിങ്ങളുടെ ഗൈറൈ, നിങ്ങളുടെ സൾക്കൈ, നിങ്ങളുടെ സെറിബ്രം, സെറിബ്രൽ കോർട്ടെക്സ്, ബേസൽ ഗാംഗ്ലിയ, യുവർ ഡോപ്പമിൻ, ന്യൂറോ ട്രാൻസ്മിറ്റർ, and then about your frontal lobe, parietal lobe, occipital lobe and temporal lobe, and then the diencephalon. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതിനകത്ത് നിന്ന് തന്നെ ഞാൻ ഈ പറഞ്ഞ എല്ലാ ഓരോരോ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ലാസ്റ്റിലെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരിയും കൂടി ഒരു ഐഡിയ കിട്ടും, എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടും. സോ ഇത്രയും തിയറി പാർട്ട് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഫൈൻ. അപ്പം ഞാൻ പറഞ്ഞ നേരത്തെ നമ്മുടെ ബ്രെയിനിൽ വേറൊരു ആക്ടിവിറ്റി ഉണ്ട്, ദാറ്റ് ഈസ് യുവർ കോൺട്രാലാട്രൽ ആണ് അല്ലേ. നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് ആണ് ഡോമിനൻ്റ് എങ്കിൽ, നിങ്ങളുടെ സെൻസറി സൈഡ് ലെഫ്റ്റ് ആണ് ഡോമിനൻ്റ് എങ്കിൽ നിങ്ങളുടെ മോട്ടോർ ആക്ടിവിറ്റീസ് എപ്പോഴും റൈറ്റിലായിരിക്കും ഉള്ളത് അല്ലേ. അപ്പോൾ രണ്ട് ഹെമിസ്ഫിയേഴ്സ് ഉണ്ട്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്. ഇത് വേറെ ക്വസ്റ്റ്യൻ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിനെ ജോയിൻ ചെയ്യുന്നത് ആരാണ്? ദാറ്റ് ഈസ് എ സ്ട്രക്ചർ വിച്ച് ഇസ് നോൺ ആസ് കോർപ്പസ് കലോസം. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഒരുപാട് ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കുമെങ്കിൽ അന്നേരം ചിലപ്പോൾ മറന്നു. സോ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹെമിസ്ഫിയറും റൈറ്റ് സൈഡ് ഓഫ് ദ ഹെമിസ്ഫിയറിനെയും കൂടെ ജോയിൻ ചെയ്യണം. ഈ താഴെ നിങ്ങൾക്ക് കണ്ടിരിക്കുന്ന MRI ഇമേജിനകത്ത് കാണാൻ പറ്റും ആ വൈറ്റ് കളർ സാധനം കണ്ട്. അതിനാണ് നമ്മുടെ സെറിബ്രൽ ഹെമിസ്ഫിയർ. രണ്ട് സൈഡും കൂടി ചേർത്ത് വെക്കുന്നതാണ് നമ്മുടെ കോർപ്പസ് കലോസം. ഈ കോർപ്പസ് കലോസം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തുള്ള ഒരു അബ്നോർമാലിറ്റി നിങ്ങൾക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് എക്സാംസിന് ചോദിക്കും. നിങ്ങൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാനും എളുപ്പമാണ്. അതായത് റേസിംഗ് കാർ സൈൻ. ഓക്കെ, സോ റേസിംഗ് കാർ സൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതായത് നമ്മുടെ സെറിബ്രൽ അല്ലെങ്കിൽ കോർപ്പസ് കലോസത്തിന് എജെനസിസ് സംഭവിക്കും. ഓക്കെ, ദാറ്റ് ഈസ് കുറച്ച് ഡിസ്ട്രക്ഷൻ സംഭവിക്കുമ്പോൾ ഈ കോർപ്പസ് കലോസം ഹാസ് ദ ഷേപ്പ് ഓഫ് എ റേസിംഗ് കാർ. കണ്ടോ? അതുകൊണ്ടാണ് ഇതിന് റേസിംഗ് കാർ സൈൻ എന്ന് പറയുന്നത്. സോ റേസിംഗ് കാർ സൈൻ സിംറ്റം റൈസസ് ബിക്കോസ് ഓഫ് കോർപ്പസ് കലോസം എജെനസിസ്. അപ്പോൾ എന്തുകൊണ്ടാണ് റേസിംഗ് കാർ എന്ന് പറയുന്നത് മനസ്സിലായോ? ഈ എജെനസിസ് ചെയ്യുന്ന ഒരു ഫോം നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് ദാറ്റ് വിൽ ബി ഇൻ എ ഷേപ്പ് ഓഫ് എ റേസിംഗ് കാർ. അതുകൊണ്ടാണ് നമ്മളതിന് റേസിംഗ് കാർ സൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ നോട്ട് എഴുതി പോകണം, അപ്പോൾ മാത്രമേ നമുക്ക് കുറച്ചും കൂടെ ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ കേട്ടോ. ഇനി നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്തെ തന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഓർഗനാണ് നമ്മുടെ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്പൈനൽ കോഡ് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് സ്പൈനൽ കോഡിൽ നിന്ന് ചോദിക്കും. ലെങ്ത് ഓഫ് ദി സ്പൈനൽ കോഡ് എത്രയാണ്, അത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടെയാണ് വന്ന് നിൽക്കുന്നത്, എന്തുവാണ് കോണസ് മെഡുലാറിസ്, എന്തുവാ കോഡ ഇക്വിന, ഇങ്ങനെയൊക്കെയുള്ള കുറേ സിംറ്റംസ്, കുറേ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നിന്ന് നമുക്ക് വരും. ഓക്കെ, അപ്പോൾ സ്പൈനൽ കോഡ് ഒരു പോസ്റ്റീരിയർ സെക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഡയഗ്രത്തിനകത്ത്. അപ്പം ഇവിടെ നമ്മുടെ സ്പൈനൽ കോഡ് നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് ഓക്കെ, സോ ദിസ് ഈസ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ മെഡുലയുടെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, മെഡുലയുടെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് നമ്മുടെ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്.
So ഈ ഒരു ഏരിയ, that is a small opening that you can see in the brain stem, this area ആണ് നമ്മൾ പറയുന്നത് foramen magnum എന്ന് പറയുന്നത്. ഈ foramen magnumത്തിന് കുറേ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മുടെ ബ്രെയിൻ ഹെർണിയേഷൻ ഒക്കെ നടക്കുമ്പോൾ ICP ഒക്കെ കൂടി ബ്രെയിൻ ഒക്കെ ഹെർണിയേറ്റ് ചെയ്യുമ്പോൾ ഇത് ഹെർണിയേറ്റ് ചെയ്യുന്ന ഏരിയ ആണ്. ഫോറാമൻ മാഗ്നത്തിൽ കൂടിയാണ് ബ്രെയിൻ ഹെർണിയേഷൻ വരുന്നത്. ഓക്കെ, അത് നമുക്ക് പത്തോളജി പഠിക്കുന്ന സമയത്ത് ഇച്ചിരിയും കൂടെ പഠിക്കാം. അപ്പോൾ ഫോറാമൻ മാഗ്നം എന്ന പേര് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പം ഇത് ശരിക്കും നമ്മുടെ സ്പൈനൽ കോഡ് ഇന്നോവേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഫോറാമൻ മാഗ്നത്തിൽ നിന്നുമാണ്. ഓക്കെ, സോ ഈ പേര് ഓർത്തിരിക്കുക, ഫോറാമൻ മാഗ്നം. അതായത് നമ്മുടെ C1 ലെയർ തൊട്ട് ഈ താഴെ വരെ കാണുന്ന നമ്മുടെ സ്പൈനൽ കോഡ് അല്ല. ഓക്കെ, ഇറ്റ് ആക്ച്വലി എക്സ്റ്റെൻഡ്സ് ഫ്രം C1 to inferior portion of the first lumbar vertebrae. This is very important. കേട്ടോ, സ്പൈനൽ കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം C1 to the inferior portion of the lumbar vertebrae. ഫസ്റ്റ് ലംബാർ വെർട്ടിബ്രയുടെ ഇൻഫീരിയർ പോർഷൻ വരെയാണ് നമ്മുടെ സ്പൈനൽ കോഡ് ഉള്ളത്. സോ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സ്പൈനൽ കോഡ്? സ്പൈനൽ കോഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, അതായത് ഓൾമോസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഈ ഒരു ഏരിയ ഒക്കെ വന്ന് നമ്മുടെ സ്പൈനൽ കോഡ് അങ്ങ് നിൽക്കുക. അപ്പോൾ നമ്മുടെ ഒരു വലിയൊരു സ്കെയിൽ നമ്മൾ വെക്കുവാണെങ്കിൽ തന്നെ നമുക്ക് അളക്കാൻ പറ്റും. ഏകദേശം എത്ര വരും എന്നറിയാമോ? ഓൾമോസ്റ്റ് ഇറ്റ് ഈസ് 45 സെൻറ്റിമീറ്റർ. കേട്ടോ, ഓൾമോസ്റ്റ് നമ്മുടെ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് 45 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്പൈനൽ കോഡ് ഈ ഒരു ഭാഗം കൊണ്ട് വന്നെങ്കിൽ നിൽക്കുക. അത് കഴിഞ്ഞേച്ച് നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന വേറൊരു ഭാഗം കണ്ടോ? ദിസ് ഏരിയ യു ക്യാൻ സീ, ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് കോണസ് മെഡുലാരിസ്. ഓക്കെ, ഇപ്പോൾ നമ്മളിത് പഠിക്കുന്ന സമയത്ത് ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ പറയാം, സ്പൈനൽ കോഡിൻ്റെ ഒരു കോണായിട്ട് താഴോട്ട് വരുന്നതാണ് നമ്മുടെ കോണസ് മെഡുലാരിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്പൈനൽ കോഡിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് നമ്മുടെ കോണസ് മെഡുലാരിസ്. ഇനി അത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് നമ്മുടെ ടെയിലേക്ക് പ്രൊജക്ഷൻസ് കാണാം. കണ്ടോ, ഹോഴ്സ് ടെയിലേക്ക് പ്രൊജക്ഷൻസ് കാണാം. ഈ പ്രൊജക്ഷൻസിന് നമ്മൾ പറയുന്ന പേരാണ് കോഡ ഇക്വിന. അപ്പം ഈ സ്പൈനൽ കോഡിൻ്റെ അനാറ്റമി നമ്മൾ പഠിക്കുമ്പോൾ വരുന്ന ക്വസ്റ്റ്യൻസ് മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഇത്ര ഏരിയയിലാണ്. ഓക്കെ, സ്പൈനൽ കോഡ് ഇന്നോവേറ്റ് ചെയ്യുന്നത് ഫ്രം ദി ഫോറാമൻ മാഗ്നം. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം ദി C1 to the inferior portion of the lumbar, and the continuation is cornus medullaris, and the tail-like projection is cauda equina. ഇനി മറന്നു പോകരുത്, സ്പൈനൽ കോഡിനെയും ബ്രെയിനിനെയും എക്സ്റ്റേണൽ ഫോഴ്സിൽ നിന്നും കവർ ചെയ്യുന്നത് നമ്മുടെ മെനിഞ്ചൽ ലെയർ ആണ്. ഇതിനും നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഔട്ടർ ഡ്യൂറായും ഇന്നർ പയായും ആൻഡ് മിഡിൽ അരക്നോയിഡും ഒക്കെ നമ്മുടെ സ്പൈനൽ കോഡിനും ഉണ്ട്. ഓക്കെ, സോ ദിസ് കംപ്ലീറ്റ്സ് അവർ ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡിൻ്റെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് നമ്മൾ കവർ ചെയ്തു സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ. ഓക്കെ, ഇനി നമ്മൾ ഓർത്തിരിക്കുക, നമ്മുടെ ടോട്ടൽ ബോഡി വെയ്റ്റിൻ്റെ 2% എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനാണ്. ടോട്ടൽ ബോഡി വെയ്റ്റിൻ്റെ കേട്ടോ, ഏകദേശം അതിനൊരു 1500 grams വരെയാണ് നമ്മുടെ ബ്രെയിനിന് വെയിറ്റ് വരുന്നത്. അപ്പോൾ ഒരു പ്രീടേം ഇൻഫൻറ്റിൻ്റെ ഒക്കെ ഒരു വെയിറ്റ് ഒക്കെ വരുന്നത് നമ്മുടെ ബ്രെയിന്. ഓക്കെ, അത് ഭയങ്കര അധികം പെട്ടെന്ന് ഏത് നിമിഷം വേണമെങ്കിലും എന്ത് സംഭവിക്കാം. സോ അതിനെ കവർ ചെയ്യുന്നതാണ് നമ്മുടെ സ്കള്ളും മെനിഞ്ചൽ ലെയേഴ്സും ഒക്കെ വെച്ചിട്ട് അതിങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് തന്നെ ഇരിക്കുവാണ്. ഓക്കെ, അപ്പം ഇത്രയും നിങ്ങളുടെ അനാട്ടമിയിൽ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിനെ ടച്ച് ചെയ്ത് നമ്മൾ പോയതൊക്കെ നിങ്ങൾക്ക് ഓർത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഫൈൻ. Then the next one we'll see about the peripheral nervous system. Okay, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഡയഗ്രാം കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. The central nervous system എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ആക്ച്വലി റൺസ് ഇൻ ദി സെൻട്രൽ. കണ്ടോ, നമ്മുടെ ബ്രെയിനും നമ്മുടെ സ്പൈനൽ കോഡ് ഇങ്ങനെ സെൻട്രലി അങ്ങ് പോകും. അപ്പോൾ ഞാൻ മൗസും കൊണ്ട് വരയ്ക്കുന്നവരാണ് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്നത്, കറക്റ്റ് സെൻട്രലിൽ തന്നെ വരിക. ഓക്കെ, സോ ഈ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഡയഗ്രാം നമ്മൾ നോക്കുമ്പോൾ ഇതിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട് അല്ലേ. പെരിഫറൽ നെർവസ് സിസ്റ്റം എന്തുവാ ചെയ്യുന്നതെന്ന് അറിയാം. അപ്പോൾ പെരിഫറീസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കൈ, കാല്, നമ്മുടെ ഒരു പെരിഫറൽ ഏരിയ, അതാണ് നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഈ സെൻസസ് ഒക്കെ നമ്മുടെ ബ്രെയിനിന് കിട്ടണമെങ്കിൽ ആരെങ്കിലും നമ്മുടെ പെരിഫറലിൽ നിന്ന് ബ്രെയിനിനെ എത്തിക്കണം ഈ സെൻസസ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റം ഉള്ളത്. ഈ ഡയഗ്രാം നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഈ സെൻട്രൽ പോർഷനിൽ നിന്ന് വരുന്ന സാധനത്തിന് നമ്മൾ ഈ പെരിഫറൽ നെർവ്സ് ആണ് അതിൻ്റെ റൂട്ട്സ് എങ്ങോട്ടേക്ക് പോകുന്നത്, സെൻട്രൽ നെർവിലേക്ക് പോകുന്നത്. ഓക്കെ, സോ പെരിഫറൽ നെർവ്സിനെ സെൻട്രലിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതാണ് നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇതിനൊരു വലിയ ഡിഫറൻസ് ഉണ്ട്. എന്താണെന്നറിയാമോ? ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെനിഞ്ചൽ ലെയറിനകത്ത് നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡും ഒക്കെ ഇങ്ങനെ സേഫ് ആയിട്ട് നിൽക്കുക. വേറെസ് ഇൻ ദ കേസ് ഓഫ് ദി പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്ത് യു ഡോണ്ട് ഹാവ് എ മെനിഞ്ചൽ ലെയർ ഓവർ ദിസ് പെരിഫറൽ നെർവസ് സിസ്റ്റം. അതുകൊണ്ട് തന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന് പെട്ടെന്ന് ഇൻഫ്ലമേഷൻ, ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണ് ഡയബറ്റീസ് മെലിറ്റസ് ഒക്കെ വരുമ്പോൾ നമുക്ക് പെരിഫറൽ ന്യൂറോപ്പതി ഒക്കെ പെട്ടെന്ന് വരുന്നത്, സോ വാസ്കുലർ കോംപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് വരുന്നത് അതുകൊണ്ടാണ്. സോ ഇറ്റ് ഡസൻറ്റ് ഹാവ് എ മെനിഞ്ചൽ ലെയർ ടു support. Okay, fine.
ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഡിവിഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഓർത്തിരിക്കുക. അതായത് നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്, ഓട്ടോണമിക് നെർവസ് സിസ്റ്റം ഉണ്ട് അല്ലേ. ഈ സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്ന് നിങ്ങൾ മനസ്സിൽ ഓർക്കുമ്പോൾ വീണ്ടും നിങ്ങൾ ഈ ഡയഗ്രം ഓർത്തിരിക്കുക. എനിക്ക് തോന്നുന്നു 10th നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നിങ്ങൾ നഴ്സിംഗിന് ഒബ്വിയസ്ലി പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ഡയഗ്രം നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് നമ്മുടെ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നടക്കുന്ന ചേഞ്ചസിന് നമ്മുടെ ബോഡി വോളണ്ടറി എടുക്കുന്ന ഒരു മൂവ്മെന്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഭയങ്കര ചൂടാണെങ്കിൽ ഞാൻ എണീറ്റ് ഫാൻ ഇടുക അല്ലെങ്കിൽ AC ഓൺ ആക്കുക. ഓക്കെ, സോ ഐ എം സെൻസിങ് ദി എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആൻഡ് ഐ എം ഡൂയിങ് ദ വോളണ്ടറി മൂവ്മെന്റ്സ്. മനസ്സിലായോ? ഐ എം സെൻസിങ് ദി എക്സ്റ്റേണൽ എൻവയോൺമെന്റ്, ഐ എം ഡൂയിങ് ദ വോളണ്ടറി മൂവ്മെന്റ്സ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ വോളണ്ടറി നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഈ ഡയഗ്രത്തിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് നിങ്ങളൊരു ചൂടുവെള്ളത്തിൽ കൈ തൊടുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൈ വലിക്കും അല്ലെ. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? യു ഹാവ് സർട്ടൻ നെർവ്സ് ഹിയർ. സോ ദീസ് നെർവ്സ് വിൽ inform these reflexes to the brain. ബ്രെയിനിൽ പോയിട്ട് അവിടെ നിന്ന് ഡീകോഡ് ചെയ്തിട്ട് ഓക്കെ, സോ വാട്ട് ആർ ദ മോട്ടോർ ആക്ടിവിറ്റീസ് ദാറ്റ് ഇറ്റ് ഈസ് സപ്പോസ് ടു ഡു എന്നുള്ളത് തിരിച്ച് നമ്മൾ എവിടെ വരും? തിരിച്ച് നമ്മൾ വന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കൈവരിക്കും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ്. അപ്പം ഇൻഫർമേഷൻ ഫ്രം ദി പെരിഫറീസ് ടു ദി ബ്രെയിനിലേക്ക് പോകുന്ന നെർവിനെ നമ്മൾ അഫറന്റ് നെർവ് എന്ന് പറയും. ആൻഡ് ഫ്രം ദി ബ്രെയിൻ ടു ദി പർട്ടിക്കുലർ ഏരിയ വേർ യു വോണ്ട് ടു ആക്ട്, അതിനെയാണ് നമ്മൾ എഫറന്റ് എന്ന് പറയും. ഓക്കെ, അത് നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻഫർമേഷൻ ബ്രെയിനിലേക്ക് കൊണ്ടു ചെല്ലുന്നതും എവേ ഫ്രം ദ ബ്രെയിൻ കൊണ്ടുവന്നായിട്ടുള്ള ഫൈബേഴ്സിനെ നെർവിനെ പറയുന്ന പേരെന്താന്നുള്ളത്. ഓക്കെ, ടുവേർഡ്സ് ദ ബ്രെയിൻ ഇറ്റ് ഈസ് അഫറന്റ് ആൻഡ് എവേ ഫ്രം ദ ബ്രെയിൻ ഇറ്റ് ഈസ് എഫറന്റ്. അപ്പം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതിനകത്ത്. അതായത് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അഫറന്റും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എഫറന്റും. സോ ദാറ്റ് ഈസ് എഫറന്റ് ആൻഡ് എഫറന്റ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഈസി ഫോർ യു ടു റിമെമ്പർ എഫറന്റ് നെർവ് ആൻഡ് എഫറന്റ് നെർവ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതാണ് നമ്മുടെ സൊമാറ്റിക് നെർവസ് സിസ്റ്റം. സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിനെ വോളണ്ടറി നെർവസ് സിസ്റ്റം എന്ന് പറയാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് സെൻസസ് ദി എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആൻഡ് ഇറ്റ് ഡസ് ദി. ഇപ്പോൾ നിങ്ങളോട് ഇന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ചൂട് തോന്നുന്നു, സോ നിങ്ങൾ എണീറ്റ് ഫാൻ ഇടുന്നു. സോ നിങ്ങൾ ഏത് നെർവസ് സിസ്റ്റമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്? ദാറ്റ് ഈസ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം. ഓക്കെ, ക്ലിയർ? ഇനി നമ്മുടെ ഓട്ടോണമിക് നെർവസ് സിസ്റ്റം അപ്പം നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസൈഡ് അവർ ബോഡിയിലുള്ള കുറേ ചേഞ്ചസിനെ സെൻസ് ചെയ്തിട്ട് ഇൻവോളണ്ടറി ആയിട്ടുള്ള മൂവ്മെന്റ് ഉണ്ടാക്കും. ഓക്കെ, അതാണ് നമ്മുടെ ഓട്ടോണമിക് നെർവസ് സിസ്റ്റം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ഇൻവോളണ്ടറി നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇൻവോളണ്ടറി നെർവസ് സിസ്റ്റം നമ്മൾ പറഞ്ഞു. ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിന് ഇറ്റ് ഈസ് മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു 2, സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക്. ഇറ്റ് ഈസ് അഗെയിൻ ഈസി ടു റിമെമ്പർ. സിമ്പത്തറ്റിക്കിന് എപ്പോഴും പാര വെക്കുന്ന നെർവാണ് പാരാസിമ്പത്തറ്റിക്. അപ്പം ആക്ഷൻസ് എപ്പോഴും ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, സോ സിമ്പത്തറ്റിക് നമ്മുടെ ഫ്ലൈറ്റ് റെസ്പോൺസ് അല്ലെങ്കിൽ ഫൈറ്റ് റെസ്പോൺസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആൻഡ് പാരാസിമ്പത്തറ്റിക്കിന് പറയുന്ന വേറൊരു പേരാണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ബോഡി. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ബോഡി ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് പാരാസിമ്പത്തറ്റിക്. സോ ഇറ്റ് ഡസ് ഓൾമോസ്റ്റ് എവറിഥിങ് ഇൻ അവർ ബോഡി. ഓക്കെ, സ്പെഷ്യലി നമ്മൾ പറഞ്ഞ ഫൈറ്റ് ഓർ ഫ്ലീ റെസ്പോൺസ് ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി അതിനോട് എങ്ങനെ അഡാപ്റ്റ് ചെയ്യണം. നമുക്കിപ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും, നമ്മുടെ ഹാർട്ടിൻ്റെ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കൂടും, അല്ലെ നെഞ്ചിടിക്കും. ആൻഡ് ദെൻ യു വിൽ ബി ഫീലിംഗ് ലൈക്ക് സ്വെറ്റിംഗ് ഓൾ ഓവർ. നിങ്ങൾക്ക് പെട്ടെന്ന് ഫ്ലഷിങ് വരും. സ്വെറ്റിംഗ് എത്ര നിങ്ങൾക്ക് പെട്ടെന്ന് ഫ്ലഷിങ് വരും. ആൻഡ് കുറേ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ കുറയും ആൻഡ് യു വിൽ ബി ഫെയിൻറ്റിങ്. സോ ദിസ് എവറിത്തിങ് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് ദ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഫങ്ഷൻസ്. ഓക്കെ, സോ യു റൺ ടു ദ ടോയ്ലറ്റ്. എക്സാംസിനൊക്കെ രാവിലെ നമ്മൾ പോകും, പെട്ടെന്ന് നമുക്ക് ടെൻഷൻ ആകുമ്പോഴത്തേക്കും യുവർ ലൈക്ക് ബ്ലാഡർ മൂവ്മെന്റ്സ് ഒക്കെ കൂടും, സ്പിൻഡർ കൺട്രാക്ഷൻസ് വിൽ ബി മോർ ആൻഡ് ദോസ് എവറിത്തിങ് വിൽ ബി ടേക്കൻ ഓവർ ബൈ ദ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. ഇനി പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്താ ചെയ്യുന്നത് അറിയുമ്പോൾ ഇതിനെയൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ അഡാപ്റ്റ് ചെയ്ത് മാറ്റണം. അപ്പോൾ സിമ്പത്തറ്റിക്കിനെ നമ്മൾ നേരെ തിരിച്ചു മാറ്റുന്നതാണ് പാരാസിമ്പത്തറ്റിക്. സോ ഇറ്റ് ഡിക്രീസസ് ദ ഹാർട്ട് റേറ്റ് ആൻഡ് ഇറ്റ് ഡിക്രീസസ് ദ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ, ഇറ്റ് കോസസ് ദ ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ, മോട്ടിലിറ്റി കൂടും, സ്പിൻഡർ റിലാക്സേഷൻ ഉണ്ടാവും ആൻഡ് ഓൾസോ ദ സെക്രീഷൻസ് വിൽ ബി ഇൻക്രീസ് ചെയ്യും. സോ ദിസ് ഈസ് ദി ആക്ടിവിറ്റീസ് ഓഫ് സിമ്പത്തറ്റിക് ആൻഡ് ദ പാരാസിമ്പത്തറ്റിക്. ഇത് നിങ്ങൾ പഠിക്കണം. കാരണം പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അതായത് ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കുറയ്ക്കുന്നത് ഏത് ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ കൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓർക്കുക പാരാസിമ്പത്തറ്റിക് ആണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഫൈൻ. ഇപ്പോൾ നമ്മൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ജനറൽ വ്യൂ കഴിഞ്ഞു. നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റം പഠിച്ചു, പെരിഫറൽ നെർവസ് സിസ്റ്റം പഠിച്ചു, അതിനകത്ത് തന്നെ സൊമാറ്റിക് പഠിച്ചു, ഓട്ടോണോമിക് പഠിച്ചു. ഓട്ടോണോമിക്കിനകത്ത് സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും ഇതിനകത്ത് നിന്ന് നമുക്ക് ചോദിക്കാവുന്ന കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തു. ഓക്കെ,
ഇനി നമ്മുടെ ഈ ന്യൂറോൺസ് നമുക്കറിയാലോ, നമ്മൾ ഇലക്ട്രിക് സിഗ്നൽസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ചൂടുവെള്ളത്തിൽ തൊടുക, നമ്മൾ ഇലക്ട്രിക് സിഗ്നൽസ് ആണ് നമുക്ക് പാസ് ചെയ്ത് പോകുന്നത് അല്ലേ. അപ്പം ഈ ഇലക്ട്രിക് സിഗ്നൽസിനെ നമ്മൾക്ക് പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സെൽസ് ആണ് നമ്മൾ ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ന്യൂറോൺസിനകത്ത് നിന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. അതായത് ന്യൂറോൺസിനകത്ത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഡെൻഡ്രൈറ്റ്സും ആക്സോൺസും സിനാപ്സിസും, ഇപ്പം ഒരു ന്യൂറോണും അടുത്ത ന്യൂറോണും തമ്മിലുള്ള ഒരു ജംഗ്ഷൻ ഉണ്ട്. അവിടെയാണ് നമ്മുടെ ഇമ്പൾസസ് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്. ആ ജംഗ്ഷനെ പറയുന്ന പേരെന്താണ്? അതുപോലെ തന്നെ വാട്ട് ഈസ് ദ സ്ട്രക്ചറൽ പാർട്ട് ഓഫ് ദി ന്യൂറോൺസ് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ പാർട്ട് ഏതാണ്? ഇതൊക്കെ നമ്മളോട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ന്യൂറോൺസിനകത്ത്. ഓക്കെ, സോ വിൽ സി ന്യൂറോൺസ് ഇൻ ഡീറ്റെയിൽ. ഇതാണ് നമ്മുടെ ന്യൂറോണിന്റെ ഒരു സ്ട്രക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ന്യൂറോൺസ് നമ്മൾ പണ്ടോട്ടേ വരച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ സാധാരണ വരയ്ക്കുമ്പോൾ നേരെ വരയ്ക്കും. ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരു 3 dimensional പിക്ചർ കാണിച്ചു തന്നേ ഉള്ളൂ ന്യൂറോൺസിന്റെ. So the first one is a dendrites. So dendrites ആണ് ബാക്കിയുള്ള നമ്മുടെ സ്ട്രക്ചറൽ നമ്മൾ എന്താ പറയുക ബാക്കിയുള്ളടത്ത് നമ്മൾ സിഗ്നൽസിനെ റിസീവ് ചെയ്യുന്നത് ഡെൻഡ്രൈറ്റ്സ് ആണ്. സിനാപ്സ് ജംഗ്ഷനിൽ നിന്നും ഒരു ന്യൂറോൺസ്, ഈ ന്യൂറോൺ പോലെ തന്നെ വേറൊരു ന്യൂറോൺ അടുത്തുണ്ട്. മില്യൺസ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്. ഈ ഒരു ന്യൂറോണിൽ നിന്ന് വേറൊരു ന്യൂറോണിലേക്ക് നമ്മുടെ ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പം ആ ഒരു ജംഗ്ഷനെ നമ്മൾ പറയുന്ന പേരാണ് എന്താ നമ്മൾ പറയുന്നത് സിനാപ്സ്. അപ്പം ആ സിനാപ്സിൽ നിന്നുള്ള ഇൻഫർമേഷൻ കിട്ടുന്നതാണ് നമ്മുടെ ഡെൻഡ്രൈറ്റ്സ് എന്ന്. സോ ഇറ്റ് റിസീവ്സ് ദ ഇൻഫർമേഷൻ ഫ്രം ദി സെൽസിൽ നിന്ന് ഇൻഫർമേഷൻസ് എടുത്തുകൊണ്ട് വരുന്ന ആളാണ് നമ്മുടെ ഡെൻഡ്രൈറ്റ്സ്. ഓക്കെ, സോ വൺസ് ദിസ് ഡെൻഡ്രൈറ്റ്സ് റിസീവ് ദ ഇൻഫർമേഷൻ, ഇത് നമ്മുടെ സെൽ ബോഡിയിൽ വന്നിട്ട് സെൽ ബോഡിയിലുള്ള നമ്മുടെ ന്യൂക്ലിയസ്. സോ ന്യൂക്ലിയസിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ പാർട്ട് ഓഫ് ദി നെർവ് സെൽസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. റിമെമ്പർ, ദി സ്ട്രക്ചറൽ പാർട്ട് ഓഫ് ദി നെർവ് സെൽസ് ഇസ് നോൺ ആസ് ന്യൂക്ലിയസ്. ഓക്കെ, സോ ഡെൻഡ്രൈറ്റ്സ് നമ്മുടെ ഇൻഫർമേഷൻസിനെ കളക്ട് ചെയ്യും. ഈ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷനെ ഡീകോഡ് ചെയ്ത് വിടണ്ടായോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ന്യൂക്ലിയസ് ആണ് സ്ട്രക്ചറൽ പാർട്ട്. ഓക്കെ, സോ ദി ഇൻഫർമേഷൻ വിച്ച് ഇസ് ബീങ് ഡീകോഡഡ് ബൈ ദി ഓർ പ്രോസസ്ഡ് ബൈ ദ ന്യൂക്ലിയസ്, ഇറ്റ് വിൽ ബി റീച്ചിങ് ടു ദി ആക്സോൺസ്. അപ്പം ഈ കിടക്കുന്ന നിങ്ങൾ ഇഷ്ടിക പോലെ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ട് ഇതിനെയാണ് നമ്മൾ ആക്സോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആക്സോൺസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഡിഫ്യൂസ് ആക്സോണൽ ഇഞ്ചുറി ഒക്കെ, ആക്സോൺസ് ഒക്കെ ഇഞ്ചുറി ആയി പോയി കഴിയുവാണെങ്കിൽ നമുക്ക് റീജനറേഷൻ ഉള്ള കപ്പാസിറ്റി ഒക്കെ കുറവായിരിക്കും. സോ ആക്സോൺസിനെ എപ്പോഴും കവർ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്, ദാറ്റ് ഇസ് നോൺ ആസ് മൈലിൻ. ഓക്കെ, ആക്സോൺസിനെ പ്രൊട്ടക്ട് ചെയ്ത് കവർ ചെയ്യുന്നതാണ് മൈലിൻ. ഈ മൈലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഷ്വാൻ സെൽസ് ആണ്. ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് question. So myelin produces ചെയ്യുന്നത് Schwann cells ആണ്. SCHWANN Schwann cells ആണ് നമ്മുടെ myelin sheathനെ produce ചെയ്യുന്നത്. Okay, so the information we were receiving from the dendrites, so the signals from the dendrites processed in the nucleus and the cell bodies, axons വഴിയായിട്ട് പോകും. ആക്സോൺസിനെ കവർ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? മൈലിനിലാണ്. ഈ ആക്സോൺസ് വഴിയായിട്ട് പോകുന്നത് ആക്സോൺ ടെർമിനൽസിലാണ് ചെല്ലുക. ഈ ലാസ്റ്റിൽ കാണുന്നതാണ് ആക്സോൺ ടെർമിനൽസ്. അവിടെ നിന്നാണ് അടുത്ത ജംഗ്ഷനിലേക്ക് നമ്മൾ അങ്ങ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ സിഗ്നൽസിനെ പാസ് ചെയ്ത് പോകും. ഇത് ഇലക്ട്രിക് സിഗ്നൽസ് ആണ്, പെട്ടെന്ന് പോകുന്നത്. പക്ഷേ ശരിക്കും നമ്മുടെ ആക്സോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇലക്ട്രിക് ലൈന് നമ്മുടെ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് കൊടുക്കുന്നത് പോലെയാണ്. ആക്സോൺ ആണ് ആ ലൈൻ, ആ പ്ലാസ്റ്റിക് ഇൻസുലേറ്റിംഗ് ടേപ്പ് നമ്മൾ വെച്ച് കൊടുക്കത്തില്ല പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. ദാറ്റ് ഇസ് ദ മൈലിൻ ഷീറ്റ്. അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഷ്വാൻ സെൽസ് ആണ്. ആൻഡ് ദ സ്പേസ് ബിറ്റ്വീൻ ദ ആക്സോൺസ് ഇറ്റ് ഇസ് നോൺ ആസ് ദ നോട്ട്സ് ഓഫ് രൺവീർ. ഓക്കെ, നോട്ട്സ് ഓഫ് രൺവീർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക, ഇതിന്റെ ഫങ്ഷൻസ് ഓർത്തിരിക്കുക. സെൽ സിഗ്നൽസിനെ റിസീവ് ചെയ്യുന്നത് ഡെൻഡ്രൈറ്റ്സ് ആണ്, പ്രോസസ്സ് ചെയ്യുന്നത് സെൽ ബോഡിയിലാണ്. സ്ട്രക്ചറൽ പാർട്ട് ഇസ് യുവർ ന്യൂക്ലിയസ് ആൻഡ് ദ ഇൻഫർമേഷൻസ് വിൽ ബി പാസിംഗ് ബൈ ആക്സോൺസ്. ആക്സോൺസ് ഇസ് പ്രൊട്ടക്റ്റഡ് ബൈ മൈലിൻ. മൈലിൻ ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ മൈലിൻ ഷീത്ത് ആൻഡ് ദ ഫൈനൽ എത്തുന്ന ആക്സോൺ ടെർമിനൽസ് ആൻഡ് ദ സ്പേസ് ബിറ്റ്വീൻ ദ ആക്സോൺസ് ഇസ് നോൺ ആസ് നോട്ട്സ് ഓഫ് രൺവീർ. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരുന്നാൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. ഓക്കെ, ഫൈൻ. ഈ ന്യൂറോൺസിനെ നമ്മൾക്ക് നറിഷ്മെന്റ് ഒക്കെ കൊടുക്കുന്ന സെൽസ് ഉണ്ട്. ആ സെൽസിനെയാണ് നമ്മൾ ന്യൂറോൺസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, ന്യൂറോൺസിന് നറിഷ്മെന്റ് കൊടുക്കുന്ന സെൽസ് ഉണ്ട്. ആ സെൽസിനെയാണ് നമ്മൾ ഗ്ലയൽ സെൽസ് എന്ന് പറയുന്നത്. GLIA, ന്യൂറോഗ്ലിയൽ സെൽസ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. അതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ന്യൂറോൺസിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഏത് സെൽസ് ആണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ന്യൂറോഗ്ലിയൽ സെൽസ്. അത് നിങ്ങൾ മറക്കരുത് കേട്ടോ. ഷ്വാൻ സെൽസിന്റെ സെൽ ഷീത്തിനെയാണ് നമ്മൾ ന്യൂറോലെമ്മ എന്ന് പറയുന്നത്. പിന്നെ ഓർത്തിരിക്കാനുള്ള വേറൊരു കാര്യം, നിയോനേറ്റൽ പീരീഡ് കഴിഞ്ഞാൽ പിന്നെ ന്യൂറോൺസ് റീപ്രൊഡ്യൂസ് ചെയ്യത്തില്ല. സോ ന്യൂറോൺസ് ഡു നോട്ട് റീപ്രൊഡ്യൂസ് ആഫ്റ്റർ ദ നിയോനേറ്റൽ പീരീഡ് കേട്ടോ. അപ്പോൾ ന്യൂറോൺസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നോക്കിയത് നെർവസ് ടിഷ്യൂ ആണ്. നെർവസ് സിസ്റ്റത്തിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കി, പിന്നെ നമ്മൾ ഇലക്ട്രിക് സിഗ്നൽസ് പാസ് ചെയ്യുന്ന ന്യൂറോൺസും അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഫങ്ഷൻസും. ഓക്കെ, ദെൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്
നെക്സ്റ്റ് ടു കവർ CSF. CSF നിങ്ങൾക്കറിയാം സെർബോസ്പൈനൽ ഫ്ലൂയിഡ്. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും CSFിൻ്റെ നോർമൽ പ്രഷർ എത്രയാണ്, നോർമൽ വോളിയം എത്രയാണ്, കളർ എത്രയാണ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ CSFിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഇതിന് പഠിക്കാനായിട്ട് നമുക്ക് വേറെ ഒരു ഷോർട്ട് കട്ടും ഇല്ല. ഇതിൻ്റെയൊക്കെ വാല്യൂസ് നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ റൂമിലെങ്ങാണ്ട് എവിടെയെങ്കിലും ഒന്ന് എഴുതി ഒട്ടിച്ചാൽ നിങ്ങൾക്ക് അത് വേസ്റ്റ് ആവില്ല. അറ്റ്ലീസ്റ്റ് ഒരു മാർക്കെങ്കിലും ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടും CSFിൻ്റെ ജസ്റ്റ് ഒരു നോർമൽ പാറ്റേൺ ആക്കുന്നത് കേട്ടോ. സോ CSFിനെ കുറിച്ച് നമ്മൾ ആദ്യം പറയുമ്പോൾ ഇറ്റ് ഈസ് എ കളർലെസ് ഫ്ലൂയിഡ്. ഈ CSFിനെ കുറിച്ച് നമുക്ക് ചോദിക്കാവുന്ന വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ നമ്മുടെ മെനിഞ്ചൽ ലെയർ ആണ് നമ്മുടെ ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഒരു വാട്ടർ ഫിൽഡ് ക്യാവിറ്റി വിച്ച് പ്രൊട്ടക്ട്സ് യുവർ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് CSF ആണ് കേട്ടോ. വാട്ടർ ഫിൽഡ് ക്യാവിറ്റി വിച്ച് പ്രൊട്ടക്ട്സ് യുവർ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് CSF ആണ്. ഓക്കെ, സോ CSF ഇറ്റ് ഈസ് എ കളർലെസ് ഫ്ലൂയിഡ് ആണ്. ഇത് ക്ലിയർ അപ്പിയറൻസ് ആണുള്ളത്. അതിൻ്റെ പെത്തോളജി ഒക്കെ നമുക്ക് ഹെഡ് ഇഞ്ചുറി ഒക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ പെത്തോളജി നമുക്ക് ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനി നോർമൽ വോളിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 125 to 150 ml. എനിക്ക് തോന്നി നോർമൽ വോളിയം ഒരു കുറേ ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ ഫ്രീക്വൻ്റ്ലി നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റും. നോർമൽ വോളിയം ഓഫ് CSF എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 125 to 150 ml. ആൻഡ് റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് 0.2 to 0.7 ml per minute ആണ്, അല്ലെങ്കിൽ 600 to 700 ml per day ആണ്. And the total protein is 15 to 45 and total glucose is 50 to 8. This is yet another question, frequently asked ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. ടോട്ടൽ പ്രോട്ടീൻ എത്രയാണ് CSFിൻ്റെ, ടോട്ടൽ ഗ്ലൂക്കോസ് എത്രയാണ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് RBCs ഇല്ല. അപ്പോൾ CSFിനകത്ത് RBCs ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനകത്തൊരു പെത്തോളജി ഉണ്ടെന്നാണ്. പിന്നെ ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഓപ്പണിംഗ് പ്രഷർ എത്രയാണ് CSFിൻ്റെ, ദാറ്റ് ഇസ് 50 to 150. ആൻഡ് WBC ഇറ്റ് ഇസ് 0 to 8 ആണ്. ഇതിൻ്റെ WBCയുടെ നോർമൽ കൗണ്ട്. ഇത് നിങ്ങൾ പഠിക്കണം. ഇത് പഠിക്കാണ്ട് വേറെ ഒരു വഴിയില്ല, ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. ഇത് കുറച്ച് നാൾ നമ്മൾ പഠിച്ച് നോക്കി വായിക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഇതങ്ങ് മനസ്സിലാവും കേട്ടോ. CSFിന് പല ഡിസീസ് കണ്ടീഷനകത്തും പല തരത്തിലുള്ള വേരിയേഷൻസ് ഉണ്ടാവും. ലൈക്ക് മെനിഞ്ചൈറ്റിസ്, എൻസെഫലൈറ്റിസ്, ബ്രെയിൻ ആബ്സസ്, ഇതിനകത്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവും. അപ്പം എൻസെഫലൈറ്റിസും ബ്രെയിൻ ആബ്സസും ഒക്കെ നമ്മൾ പെത്തോളജി പഠിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ബാക്ടീരിയൽ ആൻഡ് വൈറൽ മെനിഞ്ചൈറ്റിസിനകത്ത് CSFിൻ്റെ ചേഞ്ചസ്, എനിക്ക് തോന്നുന്നു എയിംസിൻ്റെ ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ക്വസ്റ്റിനകത്ത് വരുന്ന ഒന്നാണ്. നമ്മുടെ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസും വൈറൽ മെനിഞ്ചൈറ്റിസിനകത്തെയും CSFിൻ്റെ എന്തെങ്കിലും ഒരു കണ്ടന്റ് തന്നിട്ട് ഇത് ബാക്ടീരിയൽ ആണോ വൈറൽ ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതിൻ്റെ കളർ ഇറ്റ് ഈസ് ബാക്ടീരിയൽ ആണെങ്കിൽ ടർബിഡ് കളർ ആയിരിക്കും, വൈറൽ മെനിഞ്ചൈറ്റിസ് ആണെങ്കിൽ ക്ലിയർ ആയിരിക്കും. പ്രത്യേകിച്ച് കളർ ചേഞ്ചസ് ഒന്നും കാണത്തില്ല. ഓപ്പണിംഗ് പ്രഷർ ഇൻ ദ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് എലിവേറ്റഡ് ആയിരിക്കും. ഓക്കെ, വൈറൽ മെനിഞ്ചൈറ്റിസ് നോർമൽ ആയിരിക്കും. WBC കൗണ്ട് നമ്മൾ നേരത്തെ പഠിച്ച 0 to 8 ആണെങ്കിൽ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിന് ഇറ്റ് വിൽ ബി ലൈക്ക് 1000 to 2000 ആവും. ആൻഡ് വൈറൽ മെനിഞ്ചൈറ്റിസിന് ലിംഫോസൈറ്റിക് പ്രീഡോമിനൻസ് ആയിരിക്കും നമ്മൾ വൈറൽ മെനിഞ്ചൈറ്റിസിൽ കാണുക. ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം CSFിൻ്റെ WBC വിച്ച് ഷോസ് ദ ലിംഫോസൈറ്റിക് പ്രീഡോമിനൻസ് ഇസ് സജസ്റ്റീവ് ഓഫ് വൈറൽ മെനിഞ്ചൈറ്റിസ്. ഓക്കെ, ഇനി പ്രോട്ടീൻ നമ്മൾ പറയുകയാണെങ്കിൽ ബാക്ടീരിയലിനകത്ത് പ്രോട്ടീൻ വിൽ ബി മോർ ദാൻ 200 ആയിരിക്കും ആൻഡ് വൈറൽ മെനിഞ്ചൈറ്റിസിന് ലെസ് ദാൻ 200 ആയിരിക്കും. ഓക്കെ, ഗ്ലൂക്കോസ് അതേപോലെ തന്നെ വൈറലിന് നോർമൽ ആയിരിക്കും, ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിന് ഇറ്റ് വിൽ ലെസ് ദാൻ 40 ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് നിങ്ങൾ പഠിക്കുക, കാണാതെ പഠിക്കുക എന്നുള്ളതല്ല. നമുക്ക് വേറൊരു വഴിയില്ല ഇതിനകത്ത്. വേറൊരു നിമോണിക്ക് നമുക്ക് ഇതിനകത്ത് പറഞ്ഞു തരാനില്ല. നിങ്ങളിത് പഠിക്കുക കേട്ടോ. ഇനിയും വേറൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ് ദ ഫ്ലോ ഓഫ് CSF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫ്ലോ ഓഫ് CSF നിങ്ങൾക്ക് ഭയങ്കര എളുപ്പം ഓർത്തിരിക്കാനായിട്ട് ഇതിനകത്ത് നിന്ന് മെയിൻലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CSF എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ലാറ്ററൽ വെൻട്രിക്കിൾസ് തേർഡ് വെൻട്രിക്കിലേക്ക് വരുന്ന ഫൊറാമിൻ്റെ പേരെന്താണ്, തേർഡിൽ നിന്ന് ഫോർത്തിലേക്ക് വരുന്ന ഫൊറാമിൻ്റെ പേരെന്താണ്, CSF അബ്സോർപ്ഷന് വേണ്ടിയിട്ട് പോകുന്ന ഫൊറാമിൻ്റെ പേരെന്താണ്, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, കോമൺലി ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയണമെങ്കിൽ ഇതിൻ്റെ ബേസിക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. സോ ഐ തിങ്ക് യു ക്യാൻ സീ ഹിയർ. അപ്പം ഇത് നമ്മുടെ 2 സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് ആണ്. ഈ 2 സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിൻ്റെ ആൻഡ് ദിസ് വൺ ഈസ് നോൺ ആസ് ദ ലാറ്ററൽ വെൻട്രിക്കിൾസ്. കണ്ടോ, ഇതാണ് നമ്മുടെ ലാറ്ററൽ വെൻട്രിക്കിൾസ് എന്ന് പറയുന്നത്. സോ വി ഹാവ് എ റൈറ്റ് ആൻഡ് എ ലെഫ്റ്റ് ലാറ്ററൽ വെൻട്രിക്കിൾസ്. ഓക്കെ, അപ്പം ഈ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലാറ്ററൽ വെൻട്രിക്കിൾസ് നമ്മുടെ കൊറോയിഡ് പ്ലെക്സസിൽ നിന്നുമാണ്. പ്ലെക്സസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ദാറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ആർട്ടറീസ് ആൻഡ് വെയിൻ. കൊറോയിഡ് വെയിൻ ഉണ്ട്, കൊറോയിഡ് ആർട്ടറി ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് കൊറോയിഡ് പ്ലെക്സസ് ഉണ്ട്. ഈ കൊറോയിഡ് പ്ലെക്സസിൽ നിന്നാണ് നമ്മുടെ CSF പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സോ CSF ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ കൊറോയിഡ് പ്ലെക്സസ്. CSF ഇസ് എ വാട്ടർ ഫിൽഡ് ക്യാവിറ്റി വിച്ച് പ്രൊട്ടക്ട്സ് ദ ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ്. CSF ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി കൊറോയിഡ് പ്ലെക്സസ്. ഓക്കെ, സോ കൊറോയിഡ് പ്ലെക്സസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന CSF നമ്മുടെ ഈ 2 ലാറ്ററൽ വെൻട്രിക്കിൾ വഴിയായിട്ട്
ദിസ് ഈസ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലാറ്ററൽ വെൻട്രിക്കിൾസ് നമ്മൾ ടുഗദറായിട്ട് ലാറ്ററൽ വെൻട്രിക്കിൾസ് എന്ന് പറയുന്നതേ ഉള്ളൂ. ഇവിടെ നിന്നും ഇറ്റ് വിൽ കം ടു ദി third ventricle and this part is the third ventricle. Okay, അപ്പോൾ ഇതിന് ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ദിസ് ഫോറാമൻ ഉണ്ട്. യു ക്യാൻ സീ ഹിയർ ദിസ് ഇസ് ദ ഫോറാമൻ. ഈ ഫോറാമനെയാണ് നമ്മൾ ഫോറാമൻ ഓഫ് മോൺറോ എന്ന് പറയുന്നത്. ഫോറാമൻ ഓഫ് മോൺറോ എന്ന് പറയുന്നത് ദറ്റ് ഇസ് ദ ഫോറാമൻ ബിറ്റ്വീൻ ദ ലാറ്ററൽ വെൻട്രിക്കിൾ ആൻഡ് ദെൻ ദി തേർഡ് വെൻട്രിക്കിൾ. ഓക്കെ, അപ്പോൾ തേർഡ് വെൻട്രിക്കിൾ എത്തിയിരിക്കുന്ന നമ്മുടെ CSF ഫ്ലൂയിഡ് തേർഡ് വെൻട്രിക്കിളിൽ നിന്നും ഇത് എങ്ങോട്ടേക്ക് വരും എന്നറിയാമോ? ഫോർത്ത് വെൻട്രിക്കിളിലേക്ക് വരും. ഈ ഫോർത്ത് വെൻട്രിക്കിൾ നിങ്ങൾക്ക് കാണാം, ദിസ് ഈസ് ഒരു ഇലോങ്ങേഷൻ പോലെ ഉണ്ടല്ലേ, ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ഒരു ഡയമണ്ട് ഷേപ്പിൽ മാറിയിട്ടുണ്ട്. ഈ ഡയമണ്ട് ഷേപ്പിൽ മാറിയിരിക്കുന്നത് ഇവിടെ മാത്രമല്ല, നമ്മുടെ CSF സ്പൈനൽ കനാലിലുള്ള CSF, ദിസ് ഈസ് ദി സെൻട്രൽ കനാൽ ഓഫ് സ്പൈനൽ കോഡിനകത്തും CSF ഉണ്ട്. ഓക്കെ, സോ സെൻട്രൽ കനാൽ ഓഫ് ദി സ്പൈനൽ കോഡും ഇവിടെ നിന്ന് വരുന്ന നമ്മുടെ തേർഡ് വെൻട്രിക്കിളും കൂടി ഇലോങ്ങേറ്റ് ചെയ്തിട്ട് ദിസ് ഈസ് യുവർ ഫോർത്ത് വെൻട്രിക്കിൾ. മനസ്സിലായോ? തേർഡ് വെൻട്രിക്കിളിൽ നിന്ന് വരുന്ന CSFൻ്റെ ഫ്ലൂയിഡ് ഹാസ് ആൻ എക്സ്റ്റൻഷൻ ഡൗൺ ഹിയർ. സെൻട്രൽ കനാൽ ഓഫ് ദ സ്പൈനൽ കോഡിലാണ് CSF ഉള്ളത്. അപ്പോൾ ഈ സെൻട്രൽ കനാൽ ഓഫ് ദ സ്പൈനൽ കോഡും ഈ തേർഡ് വെൻട്രിക്കിളിൽ നിന്ന് വരുന്നതും കൂടി ഇലോങ്ങേറ്റ് ചെയ്തിട്ട് ദിസ് ഈസ് യുവർ ഫോർത്ത് വെൻട്രിക്കിൾ. ഓക്കെ, സോ ഈ ഫോർത്ത് വെൻട്രിക്കിളിലാണ് നമുക്ക് എന്തുള്ളതെന്നറിയാമോ? നമ്മുടെ ഫോറാമിൻ ഓഫ് ലഷ്ക, ഫോറാമിൻ ഓഫ് മെഗൻഡി ഒക്കെ ഉള്ളത് ഈ ഫോർത്ത് വെൻട്രിക്കിളാണ്. അപ്പോൾ ഈ ഫോർത്ത് വെൻട്രിക്കിളിൽ നിന്നും വയാ ദിസ് ഫോറാമിൻ ഓഫ് ലഷ്ക ആൻഡ് ഫോറാമിൻ ഓഫ് മെഗൻഡി ദിസ് ഫ്ലൂയിഡ് വിൽ ബി മൂവിങ് ഔട്ട് ടു ദി സബറക്കനോയിഡ് സ്പേസ് വെയർ ഇറ്റ് ഈസ് ഗെറ്റിംഗ് അബ്സോർബ്ഡ്. മനസ്സിലായോ? അപ്പം CSF ഫോർത്ത് വെൻട്രിക്കിളിൽ നിന്നും സബറക്കനോയിഡ് സ്പേസിലേക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടി പോകാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഫോറാമിൻ ഓഫ് ലഷ്കയും അതുപോലെ തന്നെ ഫോറാമിൻ ഓഫ് മെഗൻഡിയും. മനസ്സിലായോ? അപ്പോൾ 3 ഫോറാമൻ ഉണ്ട് ഇതിനകത്ത്. ദ ഫസ്റ്റ് വൺ ലാറ്ററൽ വെൻട്രിക്കിളിലുള്ള ഫോറാമൻ ദാറ്റ് ഇസ് നോൺ ആസ് ഫോറാമൻ ഓഫ് മോൺറോ. മോൺറോ എന്ന് കേട്ടോ പറയുന്നതിന് ഫോറാമൻ ഓഫ് മോൺറോ, MONROE, ഫോറാമൻ ഓഫ് മോൺറോ. അപ്പോൾ ഫോറാമൻ ഓഫ് മോൺറോയ്ക്കകത്ത് നിന്നും നമ്മുടെ CSF ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, ലാറ്ററൽ വെൻട്രിക്കിൾസിനകത്ത് നിന്നും choroid plexus വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന CSF it will be moving to the third ventricle via foramen of Monro. Okay, from the third ventricle the CSF will be moving to the fourth ventricle via aqueduct of Sylvius എന്ന് പറയുന്ന aqueduct of Sylvius കൂടി നമുക്ക് third ventricle നിന്ന് fourth ventricleലേക്ക് വരുന്നു. Okay, and from the fourth ventricle it was നമുക്ക് അബ്സോർബ് ചെയ്യേണ്ടത് അബ്സോർബ് ചെയ്യുന്നു. ബാക്കി നമ്മൾ എങ്ങോട്ടേക്ക് പോകും? വയാ ദ ഫോറാമൻ ഓഫ് ലഷ്ക ആൻഡ് ഫോറാമൻ ഓഫ് മെഗൻഡി വഴിയായിട്ട് ഇറ്റ് വിൽ ബി ഗോയിങ് ടു ദി സബറക്കനോയിഡ് സ്പേസ് വെയർ ദ CSF ഇസ് കംപ്ലീറ്റ്ലി CSF അബ്സോർപ്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ സബറക്കനോയിഡ് സ്പേസ്. ഇതാണ് നമ്മുടെ പയാ മാറ്റർ കേട്ടോ. ഈ ഫിംഗർ ലെഗ് പ്രൊജക്ഷൻസ് ആണ് നമ്മുടെ പയാ മാറ്റർ. സോ ദാറ്റ് ആക്ച്വലി പ്രൊട്ടക്ട്സ് അവർ സ്പൈനൽ കോഡ്. അതിൻ്റെ ഇന്നർ ലൈനിങ് ആണ് പയാ മാറ്റർ. സോ ഇതാണ് നമ്മുടെ CSFൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ CSF ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ നമ്മുടെ കൊറോയിഡ് പ്ലെക്സസ്. സ്റ്റാർട്ട് ചെയ്യുന്നത് ലാറ്ററൽ വെൻട്രിക്കിളിൽ നിന്നും, ലാറ്ററൽ വെൻട്രിക്കിളിൽ നിന്നും തേർഡ് വെൻട്രിക്കിളിലേക്ക് വരുന്നു വയ ഫോറാമൻ ഓഫ് മോൺറോ. തേർഡ് വെൻട്രിക്കിളിൽ നിന്നും അക്വിഡക്ട് ഓഫ് സിൽവേസ് വഴിയായിട്ട് ഫോർത്ത് വെൻട്രിക്കിളിൽ വരുന്നു. ആൻഡ് ദ ഫോർത്ത് വെൻട്രിക്കിൾ എന്ന് പറയുന്നത് ഒരു ഇലോങ്ങേഷൻ ആണ്. നമ്മുടെ സ്പൈനൽ കനാലിൻ്റെ സെൻട്രൽ കനാൽ ഓഫ് സ്പൈനൽ കോഡും തേർഡ് വെൻട്രിക്കിളും കൂടെ വന്നിട്ട് ഒരു ഇലോങ്ങേഷൻ ആണ്. ആൻഡ് ഈ ഇലോങ്ങേഷൻ ഫോറാമൻ ഓഫ് മോൺട്രയും ഫോറാമൻ ഓഫ് ലഷ്കയും ഫോറാമൻ ഓഫ് മെഗൻഡിയും വഴിയായിട്ട് CSF സബറക്കനോയിഡ് സ്പേസിലേക്ക് അബ്സോർബ് ചെയ്ത് പോകുന്നു. ഈ ഫോറാമൻസിൻ്റെ ഒക്കെ പേര് നിങ്ങൾ പഠിക്കുക. ഫോറാമൻ ഓഫ് മോൺട്രോ, ഫോറാമൻ ഓഫ് ലഷ്ക, ഫോറാമൻ ഓഫ് മെഗൻഡി ആൻഡ് അക്യൂഡറ്റ് സിൽവിയസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബുക്കിനകത്ത് ഡയഗ്രാം വരയ്ക്കുമ്പോഴും ഈ ഒരു ഡയഗ്രാം നിങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ തലാമസ് പറഞ്ഞില്ലേ, തലാമസ് തന്നെ ഏകദേശം ഈ ഒരു പോർഷനിലായിട്ടാണ് തലാമസ് വരുന്നത് കേട്ടോ. അപ്പോൾ തലാമസിൻ്റെ ഇടയിൽ കൂടാണ് നമ്മുടെ വെൻട്രിക്കിൾസ് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്ലോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പം ഇൻ ജനറൽ നമ്മൾ ബ്രെയിനെ കുറിച്ച് അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ച് ചോദിക്കാവുന്ന അനാറ്റമിയുടെ ഒരു പാർട്ടാണ് നമ്മളിപ്പോൾ കവർ ചെയ്തിരിക്കുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കാമെങ്കിൽ നിങ്ങൾ CNSനകത്ത് അനാറ്റമിക്കകത്ത് വേറെ ഒന്നും പഠിക്കാൻ പോകണ്ട. ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് ചോദിക്കത്തുള്ളൂ. സോ തിയറി പോർഷനിൽ നിന്നും കുറച്ച് വിട്ടു നിന്നവർക്കും ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ ഇൻ ജനറൽ നമ്മൾ നോക്കുവാണെങ്കിൽ സെറിബ്രമാണ് ലാർജസ്റ്റ് പോർഷൻ. ഇറ്റ് കവേഴ്സ് ദ ഹയർ മെൻ്റൽ ഫങ്ഷൻസ്. ഡയൻസെഫലോണിലാണ് നമ്മൾ സെൻസറി ഇൻപുട്ട് പ്രോസസ്സ് ചെയ്യുന്നത്. സെൻസേഷൻ ഓഫ് ടെമ്പറേച്ചർ, സെൻസേഷൻ ഓഫ് നമ്മുടെ റിലേസ് സെൻസസ് എല്ലാം ചെയ്യുന്നത് നമ്മുടെ തലാമസ് ആണ്. അത് മറന്നു പോലെ കേട്ടോ. പിന്നെ ബ്രെയിൻ സ്റ്റെം ആണ് നമ്മുടെ വിസറൽ
ആക്ടിവിറ്റീസിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നു. ലൈക്ക് യുവർ കാർഡിയാക്, യുവർ ഹാർട്ട് റേറ്റ്, യുവർ റെസ്പിറേഷൻ, ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ സ്റ്റമാണ്. ആൻഡ് സെറിബെല്ലമാണ് നമ്മുടെ മസിൽ മൂവ്മെൻറ്റ്സിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൻ്റെ ഒരു ഇൻജസ്റ്റാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം അനാറ്റമിക്കകത്ത്. ഫൈൻ. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ഫൈനൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. എന്നാൽ നമ്മളിപ്പോൾ പഠിച്ചതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഓർക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ, വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ബ്രെയിൻ സ്റ്റം. നമുക്കറിയാം പോൺസ്, സെറിബെല്ലം, മെഡുല ഒബ്ലോങ്കേറ്റ ആൻഡ് മിഡ് ബ്രെയിൻ. ഇതാണ് സെറിബെല്ലം എന്ന് പറയുന്നത് തന്നെ ബ്രെയിനിൻ്റെ ഒരു പാർട്ടാണ് അല്ലേ. നമ്മൾ പഠിച്ച 3 പാർട്ടിനകത്തുള്ളതാണ്. അപ്പോൾ ബ്രെയിൻ സ്റ്റമിൻ്റെ പാർട്ട് ഏതാണ്? എല്ലാവരുടെയും മനസ്സിൽ ആൻസർ വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ദ ആൻസർ ഇസ് സെറിബെല്ലം കേട്ടോ. വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ബ്രെയിൻ സ്റ്റം, സെറിബെല്ലം. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ആൻസർ വരുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കണേ. ലാർജ് ഫൈബർ ട്രാക്ട് വിച്ച് കണക്ട്സ് ടു സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്. യുവർ റൈറ്റ് ഹെമിസ്ഫിയർ, ലെഫ്റ്റ് ഹെമിസ്ഫിയർ കണക്ട് ചെയ്യുന്നത് ദാറ്റ് ഈസ് യുവർ കോർപ്പസ് കലോസം കേട്ടോ. കോർപ്പസ് കലോസം ഓർക്കുക. അപ്പം കോർപ്പസ് കലോസം നിങ്ങളുടെ മനസ്സിൽ വരുമ്പം തന്നെ അത് അസോസിയേറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിച്ച കാര്യം ഓർക്കുക. അതായത് കോർപ്പസ് കലോസത്തിൻ്റെ അജനസിസിനകത്താണ് നമുക്ക് റേസിംഗ് കാർ സൈൻ ഉണ്ടാവുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ 2-3 തവണ നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അതങ്ങ് രജിസ്റ്റർ ആയിക്കോളും. ഓക്കെ. And then the next one is dash connects cerebrum to brainstem. Cerebrത്തിനെ ബ്രെയിൻ സ്റ്റെമിലേക്ക് കണക്ട് ചെയ്യുന്നത് എന്താണ്? You have certain peduncles over there which connects the cerebrum to the brainstem. സെറിബെല്ലത്തിനെയും ബ്രെയിൻ സ്റ്റെമിലേക്ക് കണക്ട് ചെയ്യുന്നതൊക്കെ പെഡങ്കിൾസ് ആണ്, സെറിബ്രൽ പെഡങ്കിൾസ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നോക്കുക. ആൻഡ് റിലേ സ്റ്റേഷൻ ഫോർ ഡിസ്ക്രിമിനേഷൻ ഓഫ് സെൻസറി സിഗ്നൽസ് എക്സെപ്റ്റ് സ്മെൽ ഏതായിരുന്നു? തലാമസ് കേട്ടോ. അപ്പം ഇത് ഓർത്തിരിക്കുക. എല്ലാ സെൻസറി സെൻസേഷൻസും നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നത് ബിക്കോസ് ഓഫ് ദി തലാമസ് ആണ്. പക്ഷേ സ്മെല്ല് മാത്രമില്ല കേട്ടോ. അപ്പം ഇങ്ങനത്തെ ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, ഇത് ഓർത്തിരിക്കണേ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാഷ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ കോൺഷ്യസ് ആക്ടിവിറ്റി ഓഫ് ദ സെറിബ്രം. കണ്ടോ, സെറിബ്രത്തിൻ്റെ കോൺഷ്യസ് ആക്ടിവിറ്റീസിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? സെറിബ്രൽ കോർട്ടെക്സ് കേട്ടോ. നമ്മൾ സെറിബ്രം എന്ന് ഓർക്കുമ്പോൾ നമ്മൾ കോൺഷ്യസ് ആക്ടിവിറ്റി ഓർക്കും. അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്? സെറിബ്രൽ കോർട്ടെക്സ്. ഓക്കെ, ഫൈൻ. ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ സെക്രീറ്റഡ് ബൈ ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. എല്ലാവരുടെയും മനസ്സിൽ ആൻസർ വന്നു എന്ന് വിശ്വസിക്കുന്നു. ദാറ്റ് ഈസ് ഹൈപ്പോതലാമസ് കേട്ടോ. ഹൈപ്പോതലാമസ് ആണ് നമ്മുടെ ഹോർമോൺസ് റെഗുലേഷനൊക്കെ നമ്മുടെ ബ്രെയിനിൽ ചെയ്യുന്നത്. ബ്രീത്തിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്നത് പോൺസ് ആണ് കേട്ടോ. പോൺസ് ആണ് ബ്രീതിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്ന ഏതാണ്? നമ്മുടെ ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ, ലാർജസ്റ്റ് ലോബ് ഓഫ് സെറിബ്രൽ കോർട്ടെക്സ് ഏതാ? ആ ഡയഗ്രാം നിങ്ങളുടെ ഒക്കെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ലാർജസ്റ്റ് ലോബ് ഏതാണ്? ഫ്രോണ്ടൽ ലോബാണ്. ഓക്കെ, വെയിറ്റ് ഓഫ് ദ ബ്രെയിൻ ഞാൻ പറഞ്ഞ ഏകദേശം ഒരു പ്രീടേം ഇൻഫൻറ്റിൻ്റെ വെയിറ്റ് ആണ് 1200 to 1500 വരെയൊക്കെയാണ് വരിക. Okay, and parts of the brain which controls a movement, balance, posture and equilibrium. It is very easy. എല്ലാവരും പറയുന്നുണ്ടെന്ന് എനിക്കറിയാം. ദാറ്റ് ഇസ് സെറിബെല്ലം കേട്ടോ. മൂവ്മെൻറ്റ്, ബാലൻസ്, പോസ്ചർ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സെറിബെല്ലമാണ്. ഓക്കെ, ആൻഡ് അപ്രോക്സിമേറ്റ്ലി -% ഓഫ് ദ ബോഡി വെയിറ്റ് ആണ്. ഇത് ഞാൻ പറഞ്ഞു, നമ്മൾ പറയുന്ന സമയത്ത് ലെക്ചർ നോട്ട് എഴുതിയവർക്കൊക്കെ ഇപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. 2% ഓഫ് ബോഡി വെയിറ്റ് ആണ് അപ്രോക്സിമേറ്റ്ലി നമ്മുടെ ബ്രെയിന് കവർ ചെയ്യുന്നത് കേട്ടോ. ലാംഗ്വേജ് സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മൾ രണ്ട് ഏരിയ പഠിച്ച് ഓർക്കുന്നുണ്ട്, ബ്രോക്കാസും വെർണിക്സും ഏരിയ. ബ്രോക്കാസ് ഏരിയ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് സ്പീച്ച്. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്ന റിസെപ്റ്റീവ് സെൻറ്റർ എന്ന് പറഞ്ഞ വെർണിക്സ് ഏരിയ ആണ്. വെർണിക്സ് ഏരിയ ഇസ് ഇൻ ദി ഏത് ലോബിലാണ്? വെർണിക്സ് ഏരിയ ഇസ് ഇൻ ദി ടെമ്പോറൽ ലോബ്. ബ്രോക്കാസ് ഏരിയ എവിടെയാണ്? ഫ്രോണ്ടൽ ലോബ്. അപ്പോൾ ലാംഗ്വേജ് സെൻറ്റർ എന്ന് പറയുന്നത് എവിടെയാണ്? ഫ്രോണ്ടൽ ലോബാണ് കേട്ടോ. പ്രൊഡക്ഷൻ ഒക്കെ വരുന്നത് നമ്മുടെ ഫ്രോണ്ടൽ ലോബിലാണ്. ഓക്കെ, ഓഡിറ്ററി റിസെപ്റ്റീവ് ഏരിയാസ് ഏത് ലോബിലായിരിക്കുന്നത്? ഓഡിറ്ററി വരുന്നത് ടെമ്പോറലിൽ, വിഷ്വൽ വരുന്നത് ഓക്സിപിറ്റലിൽ കേട്ടോ. അപ്പോൾ ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ഒരു ഓർമ്മ വരും. സ്മൂത്ത് വോളണ്ടറി മൂവ്മെൻറ്റ്സിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഏതാണ്? സ്മൂത്ത് വോളണ്ടറി മൂവ്മെൻറ്റ്സിന് നമ്മൾ നേരത്തെ പഠിച്ചല്ലേ, സെറിബ്രൽ കോർട്ടെക്സും സെറിബ്രവും അതിനോട് കൂടെ വേറൊരാളെയും കൂടെ നമ്മൾ പഠിച്ചില്ലേ, അതാണ് നമ്മുടെ ബേസൽ ഗാംഗ്ലിയ. ഓക്കെ, സോ ബേസൽ ഗാംഗ്ലിയയിലാണ് നമ്മൾ ഏത് ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പം ബേസൽ ഗാംഗ്ലിയാണ് നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സിൻ്റെ കൂടെ ചേർന്നിട്ട് നമ്മൾ സ്മൂത്ത് വോളണ്ടറി മൂവ്മെൻറ്റ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്.
ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡോപ്പമിൻ നമുക്കറിയാം, പാർക്കിൻസൺസ് ഒക്കെ വരുമ്പോഴത്തേക്കിനും ഡോപ്പമിൻ ഇല്ല എങ്കിൽ നമുക്ക് നടക്കാൻ പറ്റത്തില്ല, നമ്മുടെ ആക്ടിവിറ്റീസ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അപ്പം അതാണ് നമ്മുടെ ഡോപ്പമിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ആ ഡോപ്പമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ബേസൽ ഗാംഗ്ലിയ ആണ്. അപ്പോൾ ബേസൽ ഗാംഗ്ലിയ ആണ് സെറിബ്രൽ കോർട്ടെക്സിൻ്റെ ഹെൽപ്പോട് കൂടി സ്മൂത്ത് വോളണ്ടറി മൂവ്മെൻറ്റ്സിന് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ആൻസർ ഈസ് ബേസൽ ഗാംഗ്ലിയ കേട്ടോ. ഇനി CSF പ്രഷറിൻ്റെ നോർമൽ വാല്യൂ, CSF വോളിയത്തിൻ്റെ നോർമൽ വാല്യൂ, ഇതൊക്കെ മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണേ കേട്ടോ. ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ വിച്ച് കവേഴ്സ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഏതാണ്? മെനിഞ്ചസ് കേട്ടോ. ഡാഷ് ആക്ട് ആസ് എ വാട്ടർ ക്യൂഷൻ, ഞാൻ പറഞ്ഞത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ടർ ക്യൂഷൻ പ്രൊട്ടക്റ്റിംഗ് ദ ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ് എന്ന് പറയുന്ന ഏതാണ്? സെർബോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും പ്രൊട്ടക്റ്റിംഗ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മെനിഞ്ചസ് ഓർക്കും. വാട്ടർ ക്യൂഷൻ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ വാട്ടർ ക്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ CSF ആണ് കേട്ടോ. ജംഗ്ഷൻ വിച്ച് ഇസ് സീൻ ബിറ്റ്വീൻ ദ ന്യൂറോൺസ് ഏതാണ്? സിനാപ്സിസ്. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, നമ്മൾ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്ന ജംഗ്ഷനാണ് സിനാപ്സിസ് എന്ന് പറയുന്നത്. പിന്നെ ബ്ലഡ് സർക്കുലേഷൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ ലോങ് ഡസ് ദ ബ്രെയിൻ വർക്ക്? നമ്മളൊരു ബ്ലഡ് സർക്കുലേഷൻ നിൽക്കുവാണെങ്കിൽ നമ്മൾ ഗോൾഡൻ ടൈം പീരീഡ് എന്നൊക്കെ പറയുന്നത് 3 minutes ആണ്. പക്ഷേ മാക്സിമം നമ്മുടെ ബ്രെയിനിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 minutes ആണ് കേട്ടോ. 5 minutes ആണ്. 3 minutesനുള്ള നമ്മൾ ഇൻ്റർവെൻഷൻസ് കൊടുക്കുവാണെങ്കിൽ ചാൻസ് ഓഫ് റിക്കവറി കൂടുതലായിരിക്കും. 5 minutes ആണ് നമ്മുടെ സർക്കുലേഷൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ബ്രെയിനിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ടൈം. ഓക്കെ. ഇനി അറ്റ് വാട്ട് ഏജ് ഓഫ് ബ്രെയിൻ സ്റ്റോപ്സ് ഫർദർ ഗ്രോത്ത്? അപ്പോൾ നമുക്കിത് ഭയങ്കര എളുപ്പം ഓർത്തിരിക്കാനായിട്ട്. നമ്മുടെയൊക്കെ ഗ്രോത്ത് ഒക്കെ കഴിഞ്ഞു. 15 years വരെ നമ്മുടെ ബ്രെയിന് ഗ്രോത്ത് ഉള്ളൂ. 15 years, 15 years വരെ മാത്രമേ ഉള്ളൂ. ഓക്കെ, 15 years ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ദാറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം ഏതാണ്? ദാറ്റ് ഈസ് ന്യൂറോൺസ് കേട്ടോ. സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം ഇസ് ന്യൂറോൺസ്. അപ്പോൾ നിങ്ങൾ ഡയഗ്രാം മനസ്സിലേക്ക് ഓടിക്കൊണ്ടുവരണം. നമ്മുടെ ന്യൂറോൺസിൻ്റെ ഡയഗ്രാം മനസ്സിലേക്ക് ഓടിക്കൊണ്ടുവരിക. സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സ്ട്രക്ചറൽ യൂണിറ്റ് ഇസ് ന്യൂറോൺസ്. ഓക്കെ. ഇൻവോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഇൻവോളണ്ടറി നെർവസ് സിസ്റ്റം ഏതാണ്? ഓട്ടോണമിക് ആണ്. അപ്പോൾ തന്നെ ഓർക്കുക, വോളണ്ടറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? സൊമാറ്റിക് ആണ്. ആൻഡ് സ്പൈനൽ കോഡ് ഒറിജിനേറ്റ്സ് ഫ്രം വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ? വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഫ്രം ദി മെഡുല കേട്ടോ. മെഡുലയിൽ നിന്നുമാണ് അത് ഒറിജിനേറ്റ് ചെയ്ത് വരുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സസ് നമ്മൾ ഇതും കൊണ്ട് തീരുവാണ്. ഇന്ന് നമ്മൾ എടുത്ത അനാറ്റമി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എൻ്റെ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഓക്കെ. ആൻഡ് നമ്മുടെ ഗ്രൂപ്പിലൊരു ഫീഡ്ബാക്ക് ഫോം ഉണ്ടാവും. അപ്പം നിങ്ങൾ ഫീഡ്ബാക്ക് ഫോം ഫിൽ ചെയ്യുക. ആൻഡ് ഇൻ കേസ് ഓഫ് എനി ഡൗട്ട് യു ക്യാൻ കോൺടാക്ട് മീ. ഓക്കെ. പിന്നത്തെ കുറേ ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. അത് നമുക്ക് ടുവേർഡ്സ് ദ എൻഡ് നമുക്ക് ബാക്കി ആൻസർ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമ്മൾ നമ്മുടെ പെത്തോളജി സ്റ്റാർട്ട് ചെയ്യും CNSൻ്റെ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് ലൈവായിട്ട് തന്നെ ആ സെയിം ടൈമിൽ തന്നെ കാണാൻ പറ്റും കേട്ടോ. സോ താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ്സിന് നമുക്ക് വൈകുന്നേരം ഉണ്ട്. എഗെയിൻ മെഡ് സർജറി തന്നെയാണ് എടുക്കുന്നത്. ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. സോ താങ്ക് യു.